റോജിനോടും എൻ്റെ പ്രേക്ഷകരോടും ഞാൻ മാപ്പി ചോദിക്കുകയാണ്. നീ ആരെയും എനിക്കൊന്നുമില്ല. ഓക്കെ, ഒരിക്കൽ കാര്യം മനസ്സിലായി, മരിക്കാം. സൂയിസൈഡിലോട്ട് ഞാൻ തീരുമാനമെടുത്തു. കാരണം എനിക്ക് വയ്യ ശരണ്യ. എന്തുകൊണ്ടാണ് ഒറ്റ കാര്യമുള്ളൂ മരിക്കാൻ തീരുമാനിച്ചത്. എനിക്കിനി ഫൈറ്റ് ചെയ്യാൻ വയ്യ. തളർന്ന്, സത്യം പറയാമല്ലോ, ഞാൻ അങ്ങ് തളർന്നു. ഒരു മുസ്ലിം കുട്ടി, ഈ കുട്ടിയുടെ ഹസ്ബൻഡ് ഇങ്ങനെ ചില മന്ത്രങ്ങൾ ഉപയോഗിച്ച് മരിച്ചുപോയ ഹസ്ബൻഡാണ്. പക്ഷെ എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സമയത്ത് ഈ ഭർത്താവ് വിളിച്ചു വരുത്തിയ അവരുടെ ഒരു നെഗറ്റീവായ ഒരു സോള്, ഈ സോൾ പ്രസൻസ് ഇപ്പോഴും അവരുടെ വീടിനകത്തുണ്ട്. പക്ഷേ ഈ ഹസ്ബൻഡ് ആണ് വിളിച്ചു വരുത്തിയത്. ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ഈ പുള്ളി മരിച്ചുപോയി. ഈ പെൺകുട്ടി വിധവയായിപ്പോയി. കൈവശം എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കില്ല, കാരണം അങ്ങനെ ഒരു സാധനം ഇല്ല. ശപിച്ചാലേക്കുമോ? ഒരാളെ നോക്കി ശപിക്കുക, നശിച്ച് നാരായണക്കല്ല് പിടിക്കും. നീ പോകുന്ന വഴിക്ക് ഗതി പിടിക്കില്ല. ഏൽക്കുമോ എന്ന് ചോദിച്ചാൽ നമ്മൾ സ്വീകരിക്കുന്ന പോലെ ഇരിക്കും. ആണ്. ഞാൻ നിന്നോട് സ്വീകരിച്ചില്ലെങ്കിലും അതിനൊരു എഫക്റ്റ് കിട്ടും. സ്വീകരിച്ചില്ല, ഞാൻ പറഞ്ഞില്ല, അമ്മ ശപിച്ചേക്കോ? ഞാൻ 6ാമത്തെ വയസ്സിൽ ജോലിക്ക് ഇറങ്ങിയവനാ. 6 വയസ്സുള്ളപ്പോൾ എനിക്ക് ജോലിക്ക് ഇറങ്ങേണ്ട വന്നു. പള്ളികളുടെ മുന്നിൽ പോയിരുന്നു മെഴുകുതിരി വിറ്റിട്ടും മറ്റു പല കാര്യങ്ങളും ചെയ്തിട്ടും ഒക്കെയാണ് ഞാൻ അന്നത്തെ കാലത്ത് ഞാൻ അത് എൻ്റെ വീട്ടിൽ ദാരിദ്ര്യത്തിനേക്കാൾ അപ്പുറത്തുള്ള അത് എനിക്ക് എൻ്റെ നിലനിൽപ്പായിരുന്നു. എനിക്കത് ഞാൻ പള്ളിയിൽ അച്ഛനാവാൻ പോകാൻ ആഗ്രഹിച്ചതാണ്. പിന്നീട് എനിക്ക് പുറത്തോട്ട് ഇറങ്ങേണ്ടത് കപ്പോച്ചിൽ സഭയിൽ ഞാൻ പോയതാണ് പള്ളിയിൽ അച്ഛനാവാൻ വേണ്ടി. നമ്മൾ അവസാനം കാണുന്ന സമയം വരെയും ഞാൻ ഭീകര ദുഃഖത്തിലായിരുന്നു. ദുഃഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിയില്ലായിരുന്നു എന്താ സംഭവിക്കുന്നത്. എനിക്കൊരു മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, എനിക്ക് ജീവിക്കേണ്ട. ഞാനൊരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന. ശിവൻ ആരാണെന്നോ വിഷ്ണു ആരാണെന്നോ കൃഷ്ണൻ ആരാണെന്നോ എനിക്കറിയാൻ പാടില്ല. ഇവരാരാണെന്ന് എനിക്കറിയാൻ പാടില്ല. എന്നെ സംബന്ധിച്ചിട്ട് ജീസസ് ക്രൈസ്റ്റ് ഉണ്ട്, ഔസേപിതാവുണ്ട്, മറിയുണ്ട്, കുറച്ച് പുണ്യാളന്മാരുണ്ട് നമ്മുടെ കയ്യിൽ. ഇവരെ വെച്ചിട്ടാണ് നമ്മളൊരു ക്രിസ്ത്യാനി ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്നത്. കാരണം ഇവരെ പറ്റി നമുക്കൊരു ധാരണയില്ല. അപ്പോൾ ഒരു ആശ്രമത്തിലൂടെ ചെന്ന് വരുമ്പോൾ അവരെ പറ്റി ധാരണ എനിക്കില്ല. ഗുരുപരമ്പര നമ്മൾ സ്വീകരിക്കുക. അപ്പോൾ ഞാൻ കടയിൽ ചെന്നപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ, ഇന്നോ നാളെ ആശ്രമത്തിൽ നിന്ന് ഇറക്കി വിടും. എത്ര നാളാണ് ഇവരെ പറ്റിച്ച് ഇവിടെ ജീവിക്കുക? ഭക്ഷണം കഴിച്ച്, എൻ്റെ കയ്യിൽ പൈസ ഇല്ല, ഭക്ഷണം കഴിച്ച് എത്ര നാൾ വിടും? എൻ്റെ മനസ്സിൽ നമ്മുടെ മറ്റൊരാളെ നമ്മൾ ബുദ്ധിമുട്ടിക്കുകയാണെന്നുള്ള ചിന്തയാണ് എൻ്റെ മനസ്സിൽ. കുഴപ്പമില്ല, ദീക്ഷ വെച്ചിട്ട് ഇനി ഇവർ ഇറക്കി വിടുമ്പോൾ ഇറങ്ങിപ്പോകാം. ഞാനപ്പോൾ ആശ്രമത്തിലെ താമസം ഞാൻ ചെയ്തു. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് റോജിനാണ്. നമസ്കാരം. നമസ്കാരം. ആദ്യമേ തന്നെ റോജിനോടും എൻ്റെ പ്രേക്ഷകരോടും ഞാൻ മാപ്പി ചോദിക്കുകയാണ്. കാരണം നമ്മൾ ഒരു 8 മാസം മുന്നേ ഒന്നിച്ചിരുന്നു. അന്നപ്പം റോജിയുടെ ഒപ്പം ഞാൻ ക്രിയായോഗ ചെയ്യാമെന്ന് പറഞ്ഞു. ഒരുപാട് പേര് ഇന്നും അതിനകത്ത് എന്നോട് കമൻറ്റ് ചെയ്ത് ചോദിക്കും, എന്തായി ശരണ്യയുടെ റിസൾട്ട് എന്ന്. ആക്ച്വലി എനിക്കറിയില്ല, നമ്മൾ തമ്മിൽ കുറേ തവണ ശ്രമിച്ചു, പക്ഷെ ഓരോ തവണ എന്താണെന്ന് അറിയില്ല, അത് മാറിപ്പോകും. പലപ്പോഴും എനിക്കൊരു പ്രശ്നം വരുമ്പോൾ പോലും ഞാൻ റോജിനെ വിളിച്ചിട്ട്, റോജി എനിക്ക് വയ്യടാന്ന് പറയുമ്പോൾ, നീ നാളെ വാ. ഞാൻ മിക്കപ്പോഴും ക്ലാസ് ഉണ്ടാവുന്നതിന് തലേന്നായിരിക്കും എൻ്റെ വിളി, അല്ലേ? എന്നിട്ട് പറയും വരാൻ. പക്ഷെ എനിക്കെന്തോ പറ്റണില്ല. പിന്നെ എനിക്കിപ്പോഴും പൂർണ്ണമായിട്ടും പറ്റുന്നില്ല. എങ്ങനെയാണെന്ന് എനിക്കത് ഓരോരുത്തർക്കും ഓരോ എന്താ പറയുക, എന്താണ് ബ്ലോക്കുകളായിരിക്കാം. അപ്പോൾ ഇപ്പം സ്പിരിച്വൽ അവേക്കിങ്ങിലാണ് റോജി നിൽക്കുന്നത്. നമുക്കൊരിക്കലും അതൊരു സുപ്രഭാതത്തിൽ കിട്ടുന്ന കാര്യമല്ല. എങ്ങനെയായിരുന്നു ഈ സ്പിരിച്വൽ അവേക്കിങ്ങിൽ? ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, അന്നത്തെ ഇൻ്റർവ്യൂവിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു, അത് നമ്മൾ ഭയങ്കര ചിരിയോട് കൂടിയിട്ടാണ്. പക്ഷെ ഇന്ന് ആ ചിരിയൊക്കെ മാറി റോജിയുടെ റീൽസ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കാണുമ്പോൾ ഒരുപാട് പേർക്ക് അതൊരു ഹീലിങ്ങും കൂടെയാണ്. ആ ഹീലിംഗ് കാണുമ്പോൾ അതിനെനിക്ക് ചിരിച്ചു തള്ളാൻ പറ്റില്ല. അതിനെനിക്ക് ഒരിക്കലും നമ്മുടെ ഒരു ഫ്രണ്ട്ഷിപ്പിനെ ബോണ്ട് ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റില്ല. അപ്പം എങ്ങനെയാണ് ഈ സ്പിരിച്വൽ അവേക്കിങ്ങിലേക്ക് പോകുന്നത്? ആദ്യം തന്നെ ശരണ്യയോട് വലിയൊരു നന്ദിയും, അതിൻ്റെ ഒപ്പം തന്നെ ശരണ്യനെ സ്നേഹിക്കുന്ന കുറേ പ്രേക്ഷകരുള്ളൊരു ചാനലും കൂടി അത്. ശരണ്യനെ മാത്രം ഇഷ്ടപ്പെട്ട് വരുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഞാൻ ശരണ്യക്ക് ഒരു പോയിന്റിൽ നിന്ന് പലപ്പോഴും നിന്നും സ്നേഹിച്ചും പിണങ്ങി നിന്ന് ജീവിച്ച 2 മനുഷ്യരാണ്. 2 തിരുത്തുണ്ടോ, നമ്മൾ ക്രിയായോഗനെ പറ്റിയിട്ടല്ല എന്ന് പറഞ്ഞത്, എൻ്റെ മെഡിറ്റേഷനെ പറ്റിയിട്ട്. അത് എനർജി മെഡിറ്റേഷനാണ്. ക്രിയായോഗ, ഞാൻ ഒരു ക്രിയായോഗ പ്രാക്ടീഷണറാണെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ക്രിയായോഗ അല്ല പഠിപ്പിക്കുന്നത്, എനർജി മെഡിറ്റേഷനാണ്. സ്പിരിച്വൽ അവേക്കനിങ് വലിയൊരു സബ്ജക്റ്റാണ് ശരണ്യ. ഇതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, ശരണ്യക്ക് അറിയാലോ, ഞാൻ ഒരു മാധ്യമപ്രവർത്തനായിരുന്നു, ഒരു ആങ്കറായിരുന്നു. അത്യാവശ്യം കേരളത്തിൽ എല്ലാവരും അറിയാവുന്ന അത്യാവശ്യം മില്യൺ കണക്കിന് വ്യൂസ് വരുന്ന ഒരുപാട് ഇൻ്റർവ്യൂസും ഇതൊക്കെ ചെയ്ത് അത്യാവശ്യം നല്ല സാലറിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ. ഇതെന്തുകൊണ്ട് ഇപ്പം ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലപ്പോഴും എൻ്റെ റീൽസ് കാണുമ്പോഴും എൻ്റെ ബാക്കി ഇപ്പോഴത്തെ ഒരു സ്പിരിച്വൽ മേഖല കാണുമ്പോൾ ആളുകളുടെ ഒരു ഡൗട്ട് എന്താണെന്ന് പറഞ്ഞാൽ, ഞാനിത് റീച്ചിന് വേണ്ടി ചെയ്യുന്നതാണോ, ഇത് മറ്റെന്തെങ്കിലും പ്രകസനമാണോ, ഷോ ആണോ എന്നൊക്കെ ചോദിക്കും. ഞാനിതെല്ലാം കഴിഞ്ഞ് വന്നതാ. അതിപ്പോൾ ശരണ്യക്ക് കൃത്യമായിട്ട് അത് അറിയാം, നന്നായിട്ട് അറിയാവുന്ന ശരണ്യക്ക്. എനിക്കതിൻ്റെ ആവശ്യമില്ല. ഒന്നാമത്തെ കാര്യം, നമുക്ക് മില്യൺ കണക്കിന് വ്യൂസ് വരിക, ആളുകൾ നമ്മളെ കയറി കൈയടിക്കുക. ആ കയ്യടിയിൽ നിന്ന് അത് വേണ്ട എന്ന് വിചാരിച്ചിറങ്ങി വന്നവനാണ് ഞാൻ. ആ കയ്യടിയിൽ നിന്ന് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആനന്ദമൊക്കെ എനിക്ക് അറിയാമായിരുന്നു. നമ്മളൊരു കുഞ്ഞ് സെലിബ്രിറ്റി ആയി മാറുന്നു, ആളുകൾ തിരിച്ചറിയുന്നു, ഫോട്ടോ എടുക്കാൻ പറ്റുന്നു. അങ്ങനെ വളരെ പീക്ക് ടൈമിൽ നിൽക്കുന്ന സമയത്താണ് എനിക്ക് മനസ്സിലാവുന്നത് ഇതെല്ലാം എൻ്റെ മാർഗമെന്ന് എനിക്ക് മനസ്സിലാവുന്നത്.
അപ്പോഴും എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു. കാരണം അപ്പോൾ ഞാൻ നിൽക്കുമ്പോഴെല്ലാം എന്തുകൊണ്ട് എൻ്റെ മാർഗ്ഗമല്ല എന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിനകത്തൊന്നും സന്തോഷമില്ല. കാരണം ഞാൻ ഒരിക്കലും ഒരു പബ്ലിക് ഏരിയയിൽ പോയി നിൽക്കാറില്ല. അപ്പം നമ്മളിപ്പോൾ എന്നെ അത്ര ആളുകൾ അറിയെങ്കിലും നമുക്ക് ഇത്ര മില്യൺ കണക്കിന് വ്യൂസ് വരെങ്കിലും റോജിൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമെങ്കിൽ പോലും എനിക്ക് ആളുകളുടെ ഇടയിൽ പോയി നിൽക്കാനോ അല്ലെങ്കിൽ അതിനെ എക്സ്പ്ലോർ ചെയ്യാനോ അതിനെ അടിച്ചു പൊളിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റിയലിറ്റി ഷോ കാണിക്കാനോ എനിക്കൊരു താല്പര്യമില്ല. കാരണം അത് ഞാനല്ല. ഞാൻ എവിടെയോ ഒരു അവതാരകനാണ്, ഒരു ആങ്കറാണ്. ആ ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ശൂന്യമാണെന്നുള്ള ബോധത്തിലോട്ട് ഞാൻ എത്തി. ആ 2 മണിക്കൂറിൽ ഓക്കെ, ആളുകൾ എന്നോട് ചിരിക്കാനും സംസാരിക്കാൻ വരുമ്പോഴും ഞാൻ ഓക്കെ. അത് കഴിഞ്ഞ് ഞാൻ ഒറ്റപ്പെടല. ആ ഒറ്റപ്പെടൽ എന്നെ ഭീകരമായിട്ട് എന്നെ ഇല്ലാണ്ടാക്കി കളഞ്ഞു. നമുക്ക് ചുറ്റും നിൽക്കുന്ന കാൽച്ചൂട്ടിൽ മണ്ണ് ഒലിച്ചു പോകുന്നു, സാമ്പത്തികമായിട്ട് നമുക്ക് ബുദ്ധിമുട്ട് വരുന്നു, നമുക്ക് റിലേഷൻഷിപ്പിൽ ഇഷ്യൂ വരുന്നു, ഒരുപാട് ചീത്തപ്പേരുകളും കളിയാക്കലുകളും. പക്ഷേ ഇതിൻ്റെ എല്ലാം കാരണം ഞാൻ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ ചിന്തകൾ, എൻ്റെ ഈഗോ, എൻ്റെ അഹങ്കാരം, എൻ്റെ അഹംബോധം തുടങ്ങിയിട്ട് എന്നിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഞാൻ ഭയങ്കരമായിട്ട് സമയത്ത് എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങി. കാരണം ഒരു പക്ഷേ അത് എൻ്റെ ഇൻസെക്യൂരിറ്റീസിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഞാൻ അങ്ങനെ പെരുമാറുന്നത്. ആളുകളോട് റിജക്റ്റീവായിട്ട് സംസാരിക്കുന്നു, ദേഷ്യപ്പെടുന്നു എന്ന് വേണ്ട വേറൊരു ടൈപ്പ് എന്ന് ഞാൻ എല്ലാ രീതിയിലും അടിച്ചു പൊളിച്ച് തന്നെയാണ് ആ സമയത്ത് നിന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇതൊന്നും എനിക്കൊരു സംതൃപ്തി തരുന്നില്ല. പക്ഷേ ഈ സ്പിരിച്വൽ അവേക്കനിങ് എന്ന് പറയുമ്പോൾ വളരെ പെട്ടെന്നൊരു നിമിഷം സംഭവിച്ചല്ല. ഞാൻ വളരെ ചെറുപ്പത്തിൽ സ്പിരിച്വൽ ആയിരുന്നു. ആ വളരെ ചെറുപ്പത്തിൽ സ്പിരിച്വൽ ആവാനുള്ളൊരു കാരണം ഞാൻ ഒറ്റയ്ക്കായിരുന്നു എന്നുള്ളതാണ്. ഒരിക്കലും എൻ്റെ ഫാമിലിയോ എൻ്റെ വീട്ടുകാരോ ആരും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ല എൻ്റെ പഠനങ്ങളിലൊന്നും. ഇപ്പോൾ ശരണ്യെ വിശ്വസിക്കുന്നത് എനിക്കറിയില്ല. ഞാൻ 6ാമത്തെ വയസ്സിൽ ജോലിക്ക് ഇറങ്ങിയവനാണ്. 6 വയസ്സുള്ളപ്പോൾ എനിക്ക് ജോലിക്ക് ഇറങ്ങേണ്ടി വന്നു. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നുണ്ട് അത് എന്തുകൊണ്ട് ഇന്ന് വരെ എൻ്റെ പാരൻസ് ഞാൻ പഠിക്കുന്ന ഒരു സ്കൂളിലോ ഞാൻ പഠിക്കുന്ന കോളേജിലോ ഒരു പ്രോഗ്രസ് കാർഡ് പോലും ഒപ്പിടാൻ വന്നിട്ടില്ല. ഞാൻ ജീവിച്ചതും ജനിച്ചതും വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെയാണ്. അതായത് 1ാം ക്ലാസ്സിൽ ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ 1ാം ക്ലാസ്സിലോട്ട് പോകുന്നത് ഞാൻ പണിയെടുത്ത് ഞാൻ വാങ്ങിച്ച യൂണിഫോം ഇട്ടിട്ട് ഞാൻ വാങ്ങിച്ച ഷൂ ഇട്ടിട്ട് ഞാൻ നടന്നു പോകുമ്പോൾ അവിടെ പിള്ളേരിരുന്ന് കരയാം. അതായത് അച്ഛനമ്മേനും കാണുന്നു. അപ്പം ഞാനെനിക്ക് ഇവരെന്തിനിരുന്ന് കരയണമെന്ന് ഞാൻ ഒറ്റയ്ക്ക് വന്നു. ആ യാത്ര തുടങ്ങിയത് ഇന്ന് അവസാനിക്കുന്നത് ഇന്നിപ്പോൾ ശരണയുടെ മുമ്പിൽ വന്നിരിക്കുമ്പോഴാണ്. അന്നുണ്ടായിരുന്ന ഒറ്റപ്പെടലുകളെല്ലാം അന്ന് എനിക്ക് സപ്പോർട്ടിന് ആരുമില്ല, നമുക്കൊരു യൂണിഫോം വാങ്ങിച്ചാൽ ആരുമില്ല, നമുക്കൊരു മിഠായി വാങ്ങിച്ചാൽ ആരുമില്ല, നമുക്ക് ആരുമില്ലാന്നേ. ലിറ്ററലി നമുക്ക് ആരെല്ലാം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞാൽ പോലും അവരൊന്നും നമ്മുടെ അല്ല. അവർക്കെല്ലാം നമ്മൾ മറ്റൊരു സബ്ജക്റ്റാണ്. മനസ്സിലായി? നമ്മൾ എവിടുന്നോ എങ്ങനെയോ വന്നൊരു സബ്ജക്റ്റ് മാത്രം. പക്ഷേ ആ കാലഘട്ടത്തിൽ നമുക്കിത് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അവരെല്ലാം നമ്മുടെ ആണെന്നുള്ളൊരു വിശ്വാസത്തിൽ നമ്മൾ നിൽക്കും. അവരിൽ നിന്ന് ഒരു നോക്കുകൊണ്ടോ ഒരു വാക്കുകൊണ്ടോ പോലും ഒന്നും ലഭിക്കാതെ വരുമ്പോൾ നമുക്ക് അപ്പോൾ ഉണ്ടാകുന്ന കൺഫ്യൂഷനാണ്. ആ കാലഘട്ടത്തിൽ കൺഫ്യൂസ്ഡ് ആവാണ്. മറ്റുള്ളവർക്കും ഉണ്ടല്ലോ, എനിക്കില്ല. അപ്പോൾ നമ്മൾ ദൈവത്തോട് ചോദിക്കാൻ തുടങ്ങി അത് എന്തുകൊണ്ട് എനിക്കില്ല? മറ്റുള്ളവർക്കെല്ലാം കിട്ടുന്നുണ്ടല്ലോ, അവർക്കെല്ലാവർക്കും അവരുടെ അമ്മമാർ നോക്കുന്നുണ്ട്, അച്ഛന്മാർ നോക്കുന്നുണ്ട്, അവരെ കെയർ ചെയ്യുന്നുണ്ട്, നോക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു പ്രോഗ്രസ് കാർഡ് പോലും നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് നമ്മുടെ സ്കൂളിൽ ഒപ്പിടാൻ വന്നില്ലെങ്കിൽ ഉണ്ടാകുന്ന ഒരു ഭവിഷ്യത്ത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മീറ്റിങ്ങിന് പാരൻസ് മീറ്റിങ്ങിന് നമ്മൾ പുറകിൽ എഴുന്നേറ്റിരിക്കണം. മനസ്സിലായോ? എത്ര വർഷം തുടർന്ന് എനിക്ക് ചിരി വരും. കാരണം എല്ലാ പാരൻസും ഒന്ന് ഒപ്പിട്ട് പോകുന്നു. ഞാൻ എൻ്റെ പാരൻസിനെ കുറ്റം പറയുന്നല്ല. എൻ്റെ പാരൻസൊക്കെ വളരെ ഒരു ഓർത്തഡോക്സ് ഫാമിലിയിലുള്ള വളരെ സാധാരണപ്പെട്ട ഫാമിലീസാണ്. അവരോട് വിദ്യാഭ്യാസം ഇല്ലാത്ത ഫാമിലീസാണ്. എനിക്കില്ലായ്മകളിൽ തന്നെ ഞാൻ വളർന്നത് എന്ന് പറഞ്ഞാൽ 6ാമത്തെ വയസ്സിൽ ഞാൻ ജോലിക്ക് ഇറങ്ങിയത് എനിക്ക് ഭക്ഷണം കഴിക്കാനും എനിക്ക് മറ്റു പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് എൻ്റെ നിലനിൽപ്പായിരുന്നു. എനിക്ക് നിന്നേ പറ്റൂ. എൻ്റെ പഠനം പകുതി വഴിക്ക് വെച്ച് മുടങ്ങി പോകേണ്ട പഠനമായിരുന്നു. ഇവിടെ നിന്നെല്ലാം എനിക്കൊരു അഹങ്കാരം വന്നു. കാരണം അഹങ്കാരം ഇല്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂലായിരുന്നു. കാരണം അഹങ്കാരം ഇല്ലെങ്കിൽ വരുന്നവനും പോകുന്നവനും മുഴുവനും ചവിട്ടിയടിക്കുമായിരുന്നു. റിജക്റ്റീവ് ആയേ പറ്റൂ. ആളുകളുടെ മുന്നിൽ ഓക്കെ നീ ആരായാലും എനിക്കൊന്നുമില്ല എന്നുള്ള എനിക്ക് റിജക്റ്റീവ് കാണിച്ചേ പറ്റുള്ളായിരുന്നു. കാരണം എൻ്റെ ഉള്ളിലിരിക്കുന്നത് വളരെ വീക്കായ ആളെന്ന് എനിക്കറിയാം. എൻ്റെ ഉള്ളിലിരിക്കുന്നത് തൊട്ടക്കറിയുന്ന ഒരാളെന്ന് എനിക്കറിയാം. എൻ്റെ ഉള്ളിലിരിക്കുന്നത് എവിടേക്കോ സ്നേഹമോ എവിടേക്കോ ഒരു കരുതലോ ഒരു നോട്ടമോ എങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരാളെന്ന് എനിക്കറിയാം. അത് കിട്ടാതെ വന്നപ്പോൾ ഞാൻ എന്നോട് തന്നെ പറഞ്ഞു നിനക്കത് വേണ്ട, നിനക്ക് എൻ്റെ ആവശ്യമല്ല, അതിൻ്റെ ഒരു ആവശ്യമില്ല, നിനക്ക് 2 കാലും ഒരു തലയുണ്ടല്ലോ, ഇറങ്ങി പണിയെടുത്ത് ജീവിക്കടാ എന്ന് ഞാൻ എന്നോട് പറഞ്ഞു തുടങ്ങി 6ാമത്തെ 7ാമത്തെ വയസ്സിൽ. മനസ്സിലായോ? പള്ളികളുടെ മുന്നിൽ പോയിരുന്നും മെഴുകുതിരി വിറ്റിട്ടും മറ്റു പല കാര്യങ്ങളും ചെയ്തിട്ടും ഒക്കെയാണ് ഞാൻ അന്നത്തെ കാലത്ത് ഞാൻ അത് എൻ്റെ വീട്ടിൽ ദാരിദ്ര്യത്തിനേക്കാൾ അപ്പുറത്തുള്ള അത് എനിക്ക് എൻ്റെ നിലനിൽപ്പായിരുന്നു എനിക്കത്. അപ്പം ഞാൻ പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇത്രയും പ്രശ്നങ്ങളെല്ലാം അനുഭവിച്ചപ്പോഴും എനിക്ക് അന്ന് ദുഃഖമാണെങ്കിൽ പോലും അന്ന് എനിക്ക് വന്ന ഒരു റിയലൈസേഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് എന്തില്ല എന്ന് ദൈവം നിനക്ക് കാണിച്ചു തന്നു. ഈശ്വരൻ നിൻ്റെ ഈശ്വരൻ നിനക്ക് കാണിച്ചു തന്നു. അതിനെ ഉണ്ടാക്കാൻ വേണ്ടി നിന്നെ പ്രാപ്തനാക്കാണ് റോജി എന്ന് എൻ്റെ അടുത്തൊരു ആ ഒരു ബോധം എനിക്ക് വളരെ ചെറുപ്പത്തിൽ എനിക്ക് വന്നു. ഓക്കെ എനിക്ക് എന്തില്ല, എനിക്കിതില്ല, എനിക്ക് വീടില്ല, ഓക്കെ എനിക്ക് ബന്ധുക്കളില്ല, എനിക്ക് എന്നെ സ്നേഹിക്കുന്ന ആളുകളില്ല, എനിക്ക് കാറില്ല, എനിക്ക് വീടില്ല. ഓക്കെ നീ അത് ഉണ്ടാക്കണമെങ്കിൽ നീ ഇപ്പം നിൽക്കുന്ന പോലെ നിന്നാൽ പോരാ. നീ ഇപ്പം ഈ പണിയെടുക്കുന്ന പോലെ കൂലിപ്പണി എടുത്താൽ പോരാ. നീ അടുത്ത ഘട്ടത്തിലോട്ട് പോകണം, നീ പഠിക്കണം. ഞാൻ എന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങി. എൻ്റെ മോട്ടിവേഷന് വേണ്ടിയിട്ട് ഞാൻ കണ്ടെത്തിയ ഒരു മാർഗ്ഗമായിരുന്നു പള്ളി.
എൻ്റെ ഈശ്വരൻ, ഈ പറഞ്ഞ ജീസസ് ക്രൈസ്റ്റ്, മാതാവ്. കാരണം എന്താ, അവർക്ക് നമ്മളോട് പരിഭവമില്ല. എനിക്ക് എങ്ങനെ അവരോട് പറയാം? മാതാവിൻ്റെ രൂപം ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ടാവും. ഞാൻ അതുകൊണ്ട് എടുക്കും, അമ്മ അമ്മ എന്ന് വിളിച്ചുകൊണ്ട് എടുക്കും. ഞാൻ എന്തെല്ലാമോ അന്നെല്ലാം ആഗ്രഹിച്ചിട്ടുണ്ടോ അതെല്ലാം എൻ്റെ കൺമുന്നിൽ വന്നിട്ടുണ്ട്. ഞാൻ എവിടെയൊക്കെ പഠിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ അവിടെ എല്ലാം ഞാൻ പഠിച്ചിട്ടുണ്ട്. ഞാൻ ഏതെല്ലാം എൻട്രൻസ് ചെയ്തിട്ടുണ്ടോ ആ എൻട്രൻസിലെല്ലാം കൃത്യമായിട്ട് ഞാൻ പാസ്സായിട്ടുണ്ട്. എൻ്റെ ഒരു കഴിവില്ല അതിൻ്റെ അകത്ത്. അതാണ് എൻ്റെ ഏറ്റവും വലിയ അത്ഭുതം. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയങ്ങളിലൊന്നും എനിക്ക് മുന്നോട്ട് പോകാനുള്ള മാനസികാവസ്ഥയോ സാമ്പത്തിക ശേഷിയോ എനിക്കില്ല. മനസ്സിലായോ? 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പോലും എനിക്ക് കൃത്യമായിട്ട് ആ സമയത്തൊന്നും എൻ്റെ കറണ്ട് ഇല്ല, കൃത്യമായൊരു കറണ്ട് ഇല്ല, എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. എൻ്റെ പുസ്തകങ്ങളെല്ലാം നനഞ്ഞ് ചീഞ്ഞു പോയി. ഈ പുസ്തകങ്ങളൊന്നും ഇല്ലാത്ത സമയത്താണ് ഞാൻ പോയിരുന്ന എക്സാം എഴുതുന്നത്. ഞാൻ എത്ര മാർക്ക് വേണമെന്നാണ് ആഗ്രഹിച്ചത്, അത്ര മാർക്കാണ് ഞാൻ പാസ് ഔട്ട് പോയത്. സംതിങ് എനിക്കൊന്ന് മനസ്സിലായി, എന്നെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ എന്നെ എവിടെയോ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന മറ്റെന്തോ ഒരു സാധനം, ഒരു എനർജി എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ വീക്കായിട്ടിരിക്കുമ്പോഴും ഞാൻ തളർന്നിരിക്കുമ്പോഴും എന്നോട് വന്ന് ആരോ സംസാരിക്കുന്നുണ്ട്, എന്നെ ആരോ ഹഗ് ചെയ്യുന്നുണ്ട്, എന്നെ ആരോ കെട്ടിപ്പിടിക്കുന്നുണ്ട്, എനിക്ക് ആരോ ആശ്വാസം തരുന്നുണ്ട്. ആ ആശ്വാസം ഞാൻ ചെടികളിലോട്ട് നോക്കുമ്പോൾ എനിക്ക് കിട്ടുന്നുണ്ട്, എൻ്റെ കൂട്ടുകാരിലോട്ട് നോക്കുമ്പോൾ ഞാൻ കിട്ടുന്നുണ്ട്. എനിക്ക് എൻ്റെ ഫാമിലിയോ അല്ലെങ്കിൽ എൻ്റെ വേണ്ടപ്പെട്ടവർ തരാത്ത ആ ഒരു അറ്റാച്ച്മെൻറ്റ്, സ്നേഹം വഴിക്കൂടെ പോകുന്ന ഒരു നായയിൽ നിന്ന് എനിക്ക് കിട്ടുന്നുണ്ട്. മനസ്സിലാവുന്നത് എൻ്റെ കൂട്ടുകാരിൽ നിന്ന് എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് എവിടെ നിന്നോ നഷ്ടപ്പെട്ടു പോയത് ഒന്ന് എനിക്ക് മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ആ മറ്റുള്ളവർക്ക് ഇത് എങ്ങനെ അറിയുന്നു എനിക്കിത് വേണമെന്ന്? എൻ്റെ ചോദ്യം അവിടെ എനിക്ക് വന്നേ. അപ്പോൾ അവരെ സംബന്ധിച്ചിട്ട് അവർക്ക് എങ്ങനെയോ മനസ്സിലാവുന്നുണ്ട്, ഓക്കെ ഇത് ഇങ്ങനെയാണെന്ന്. ഞാൻ പള്ളിയിൽ അച്ഛനാവാൻ പോകാൻ ആഗ്രഹിച്ചതാണ്. പിന്നീട് എനിക്ക് പുറത്തോട്ട് ഇറങ്ങേണ്ടി വന്നു. കപ്പൂച്ചിൽ സഭയിൽ ഞാൻ പോയതാണ് പള്ളിയിൽ അച്ഛനാവാൻ വേണ്ടി. എന്ന് പറഞ്ഞാൽ എൻ്റെ ജേർണി അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷേ ഇതൊന്നും ഞാൻ പുറത്ത് കാണിച്ചില്ല. പരാജയങ്ങളൊക്കെയും വിജയത്തിലേക്കുള്ള, അല്ലെങ്കിൽ ഈ റിജക്ഷൻ എല്ലാം പോസിറ്റീവ് ആക്കി എടുത്ത്. അതെ, പോസിറ്റീവ് ആക്കി എടുക്കാന്നുള്ളതല്ല, അത് എൻ്റെ കൺസേൺ അല്ല. മനസ്സിലാവുന്നില്ല. എനിക്ക് അതിനെ ഞാൻ നേടിയെടുത്തേ പറ്റൂ. എനിക്ക് നല്ലൊരു വീട് വേണമെന്നോ എനിക്ക് മറ്റു പല കാര്യങ്ങളും വേണം നേടിയെടുക്കാൻ പറ്റും. പക്ഷെ എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എന്തെല്ലാമോ ആണോ നേടിയെടുക്കാൻ ശ്രമിച്ചത്, ഞാൻ എന്തെല്ലാമോ ആണോ എന്നിൽ പിടിച്ചു നിർത്താൻ ശ്രമിച്ചത്, അതൊന്നും എൻ്റേതായിരുന്നില്ല. അതെല്ലാം അവരുടെ ആയിരുന്നു. ഞാനിപ്പോൾ ശരണ്യനെ എൻ്റെ ജീവിതത്തിലോട്ട് പിടിച്ചു നിർത്താൻ നോക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്ന ശരണ്യ എൻ്റെ എന്നാ, അല്ല ശരണ്യ ശരണ്യയുടെയാണ്. ആ ബോധം എനിക്ക് വരാൻ സമയമെടുത്തു. ഞാൻ എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ അനിഷ്ടങ്ങളും എൻ്റെ ദേഷ്യങ്ങളും എൻ്റെ ഇഷ്ടങ്ങളും എല്ലാം കാണിക്കുമ്പോഴും ഞാൻ കാണിക്കുന്നത് എൻ്റേതായ ശരണ്യയിലെ ഞാൻ കാണിക്കുന്നത്. പക്ഷേ അല്ല, അവിടെ ഒരാൾ കൂടി ഉണ്ട്, ശരണ്യ എന്ന് പറയുന്ന ഒരാളുണ്ട്. നമുക്ക് പലപ്പോഴും അത് കാണാൻ പറ്റുന്നില്ല. നമുക്ക് നമ്മുടേതായ മാത്രം നമ്മൾ എപ്പോഴും തിരിച്ചറിയുന്നത്. അപ്പൊ എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വേർഡ് തന്നെ എൻ്റെ എന്നുള്ളൊരു വേർഡ് തന്നെ ഒരു ഏറ്റവും വലിയ, അതെ എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ സ്വഭാവത്തിൻ്റെ ആവാം, എൻ്റെ സ്വഭാവ ദൂഷ്യത്തിൻ്റെ ആവാം, മറ്റെന്തെങ്കിലും പ്രശ്നത്തിലാവാം, നമ്മൾ അവസാനം കാണുന്ന സമയം വരെയും ഞാൻ ഭീകര ദുഃഖത്തിലായിരുന്നു. ദുഃഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിയില്ലായിരുന്നു എന്താ സംഭവിക്കുന്നത്. എനിക്കൊരു മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, എനിക്ക് ജീവിക്കേണ്ട, എൻ്റെ സകലതും നശിച്ചു പോയി, എൻ്റെ കാൽച്ചുവട്ടിൽ മണ്ണൊലിച്ചു പോയി, എൻ്റെ ബാങ്ക് ബാലൻസുകളും എൻ്റെ ക്രെഡിറ്റ് കാർഡുകളെല്ലാം ബ്ലോക്കായി, എൻ്റെ വണ്ടിയെല്ലാം പോയി. എൻ്റെ കൂട്ടുകാർ വീട്ടിലോട്ട് വരുന്ന സമയത്ത് ഞാൻ പറയുന്നേടാ, ഇവിടെ കുറേ സാധനങ്ങൾ ഇരിക്കുന്നുണ്ട്. ഞാൻ കുറേ കഷ്ടപ്പെട്ട്, നമുക്ക് ഒരു വീടൊക്കെ നമ്മൾ വെക്കുമ്പോൾ നമുക്ക് അറിയാലോ, കുറേ സാധനം കഷ്ടപ്പെട്ട് വാങ്ങിച്ചു വെക്കുന്നു. ഞാൻ അവരോട് പറയടാ, ഇതെല്ലാം എടുത്തുകൊണ്ട് പൊക്കോ. എന്നിട്ട് ഞാൻ കുറച്ച് പൈസ ഞാൻ ബാങ്കിലിട്ട് വെച്ചേക്കാം, എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും വരാണെങ്കിൽ ഒന്ന് നോക്കിക്കൊള്ളാം, ഒരു ആശുപത്രി കേസ്. ഞാൻ പെട്ടെന്ന് തന്നെ വിളിച്ചാൽ കിട്ടില്ല. കാരണം എനിക്ക് മനസ്സിലായി ഞാൻ എന്നെ നഷ്ടപ്പെട്ടു പിടിക്കുന്നു. എനിക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല, മദ്യം കഴിച്ചാൽ സന്തോഷം കിട്ടുന്നില്ല, മറ്റെന്തെങ്കിലും ഉപയോഗിക്കാനുള്ള മാനസികാവസ്ഥയില്ല. മറ്റിപ്പോൾ നമ്മൾ പൊതുവെ എന്താ പറയുക, ചിലപ്പോൾ സെക്ഷുവാലിറ്റിയിലോട്ട് പോകും. ആ സെക്ഷുവാലിറ്റിയിൽ പോകുമ്പോൾ പോലും നമുക്ക് അവിടെ നമ്മളില്ല, നമ്മൾ തന്നെ വസ്തുവേ അവിടെ ഇല്ല. കാരണം നമ്മൾ പരാജയം എന്താണെന്ന് മനസ്സിലാക്കാനും പറ്റുന്നില്ല, പരാജയപ്പെടുന്ന വേദന എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, മറ്റുള്ളവർ കളിയാക്കുമ്പോൾ അത് കളിയാക്കലാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ, അത്രത്തോളം ഡാമേജ് ഉള്ളിൽ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇപ്പോൾ ജീവിക്കാൻ അതില്ല, നമുക്ക് ജീവിക്കാൻ ഇതില്ല. നമ്മൾ അൾട്ടിമേറ്റ് പോയിന്റിലോട്ട് അവിടെയാണ് എത്തുന്നത്. അവസാനത്തെ പ്രതീക്ഷയും എനിക്ക് നഷ്ടപ്പെട്ടു. ശരി, ഞാൻ പറഞ്ഞിട്ട് ഇതെല്ലാം ഒഴിവാക്കണം. ഈ വീട്ടിലെ സാധനങ്ങളും എൻ്റെ വണ്ടി, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ബുള്ളറ്റ് ഉണ്ടായിരുന്നു, ഇതെല്ലാം ഞാൻ അടുത്ത് കൊടുക്കാം. കാരണം എന്താ, ഞാൻ പോവാം. ഞാൻ ആരോടും പറയുന്നില്ല. ആ സമയത്തൊക്കെ നമ്മളെല്ലാവരും, എനിക്ക് ഫ്രണ്ട് സർക്കിൾ എല്ലാവരും ഉണ്ട്, ഞാൻ ആരോടും കാണിക്കാറില്ല സാധനം. ഞാൻ എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുക, ഞാൻ പോവാം. ആ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാനില്ല. ഞാൻ പലപ്പോഴും എൻ്റെ വീട്ടിലോട്ട് വീടിൻ്റെ ഫ്രണ്ട് വശം കാണുന്ന സമയത്ത് ഞാൻ നടന്നു പോകുന്ന കരഞ്ഞിട്ടാണ്. ആ വീടിൻ്റെ അകത്ത് ഞാനും ആ 4 ചുമരുകളും മാത്രമേ ഉള്ളൂ. ഒരു പക്ഷേ എൻ്റെ പട്ടി ഉണ്ടാവും അവിടെ. ഇവിടെയാണ് എൻ്റെ ലൈഫ് ഞാൻ ജീവിക്കുന്നത്. അവിടെ ഉണ്ടാകുന്ന ഒറ്റപ്പെടലുകളും, അവിടെ ഉണ്ടാകുന്ന മാനസികാവസ്ഥയും, അവിടെ ഉണ്ടാകുന്ന കണ്ണുനീരും, അവിടെ ഉണ്ടാകുന്ന എല്ലാം എനിക്ക് എക്സ്ട്രീം ലെവൽ ഓഫ് പെയിൻ തന്നുകൊണ്ടിരിക്കുക എനിക്ക് ഈ സാധനം. കാരണം നീ ഒറ്റയ്ക്കാണെന്ന് എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാണുന്ന പൂക്കളും ചെടികളും മരങ്ങളും പുഴകളും എല്ലാം നീ ഒറ്റയ്ക്കാണെന്നുള്ള ബോധം എനിക്ക് തന്നുകൊണ്ടേയിരിക്കുക. ഓക്കെ, എല്ലാം ഒലിച്ചു പോയി. ഇപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇനി മരിക്കാം. ലിറ്ററലി മരിക്കാനുള്ള തീരുമാനത്തിലോട്ട് ഞാൻ എത്തി. സൂയിസൈഡിലോട്ട് ഞാൻ തീരുമാനമെടുത്തു. കാരണം എനിക്ക് വയ്യ ശരണ്യ. എന്തുകൊണ്ടാണ് ഒറ്റ കാര്യമുള്ളൂ മരിക്കാൻ തീരുമാനിച്ചത്, എനിക്കിനി ഫൈറ്റ് ചെയ്യാൻ വയ്യ.
തളർന്ന്, സത്യം പറയാമല്ലോ, ഞാൻ അങ്ങ് തളർന്ന്. നമ്മൾ എവിടെ ചെന്നാലും ഫൈറ്റ് ചെയ്യണം. നമ്മൾ ജോലി സ്ഥലത്ത് ഫൈറ്റ് ചെയ്യണം, നമ്മൾ വീട്ടിൽ ഫൈറ്റ് ചെയ്യണം, നമുക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അവിടെ ഫൈറ്റ് ചെയ്യണം, നമുക്കൊരു സൗഹൃദം ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ ഫൈറ്റ് ചെയ്യണം. എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കണ്ണാടിയിൽ നോക്കി നമ്മളോട് ഫൈറ്റ് ചെയ്യണം. മറ്റുള്ള ഒരു ഫൈറ്റിങ്ങിലൂടെ അല്ലാതെ നേടിയെടുക്കുന്ന വളരെ ബേസിക് ആയിട്ടുള്ള സന്തോഷവും സമാധാനവും സ്നേഹത്തിനും വേണ്ടി, ഈ ലോകത്ത് ഒരു പൈസ മുടക്കില്ലാത്ത സന്തോഷത്തിനും സമാധാനത്തിനും സ്നേഹത്തിനും വേണ്ടി ഞാൻ ഇവിടെ ഇരുന്ന് ഫൈറ്റ് ചെയ്യുക. മറ്റുള്ളവരുടെയൊക്കെ ജീവിതത്തിൽ അത് വളരെ സുഖമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന സാധനം ഞാൻ ഇവിടെ നിന്ന് ഫൈറ്റ് ചെയ്യുക. അപ്പം ഞാൻ ആലോചിക്കുക, ഇതിനെവിടെ പൈസ മുടക്ക്? ഒരാൾ അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരാണെങ്കിൽ പോലും ഒരു നോട്ടത്തിലോ ഒരു പെരുമാറ്റത്തിലോ ഇത് എന്തെങ്കിലും എന്താടാ നിനക്ക് എന്ന് ചോദിച്ചാൽ പോലും സാറ്റിസ്ഫൈഡ് ആണ്. അതുപോലും ചോദിപ്പിക്കുന്നില്ല ആരും. എനിക്ക് മനസ്സിലായി, ഓക്കെ, ഇത് നമുക്ക് പറ്റിയ പരിപാടിയല്ല. റിലേഷൻഷിപ്പും പറ്റൂല, ഈ ജോലിയും പറ്റൂല. അപ്പം ഞാൻ വളരെ പീക്കായിട്ട് നിൽക്കുന്ന സമയമാണ്, ഒരു മാധ്യമപ്രവർത്തനമായിട്ട് വളരെ പീക്കായിട്ട് നിൽക്കുന്ന സമയം. ഞാനൊരു 6 വട്ടം സൂയിസൈഡ് ടെൻഡൻസിലോട്ട് ഞാൻ പോകുന്നു. ഈ സമയത്തെല്ലാം എനിക്കൊരു വിളി വരുന്നുണ്ട്, എവിടെ നിന്നോ ഒരു കോൾ വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ വിചാരം എൻ്റെ മെൻ്റൽ സ്റ്റെബിലിറ്റിയുടെ ഇഷ്യൂ ആണ്, എനിക്ക് എന്തോ ഒരു പ്രശ്നം സംഭവിക്കുന്നുണ്ടെന്നുള്ളത്. എന്നാൽ ഞാൻ വളരെ സ്ട്രോങ് ആണ്, ഭയങ്കര സ്ട്രോങ് ആണ് ഞാൻ, അതെനിക്കറിയാം. പക്ഷേ ഈ ഫൈറ്റ് ചെയ്യാൻ മനസ്സിലാത്ത മാത്രമാണ് എൻ്റെ പ്രശ്നം. കാരണം ഇനിയിപ്പോൾ നാളെ എഴുന്നേക്കണം, നാളെ രാവിലെ എഴുന്നേക്കണം, എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് ഒരു 10 മിനിറ്റ് ഇങ്ങനെ ആലോചന ഉണ്ട് ജീവിതത്തിലെ പ്രശ്നങ്ങളെ പറ്റിയിട്ട്. ഓക്കെ, വേണ്ട റോജി, എഴുന്നേറ്റോ യുദ്ധം ചെയ്തോ, മുന്നോട്ട് പോകാം. രാത്രി വന്ന് പിന്നെ തളർന്നിരിക്കും, പിന്നെ എഴുന്നേറ്റ് യുദ്ധം ചെയ്യും. വേണ്ട, നിർത്തിക്കോ, പരിപാടി നമുക്ക് പറ്റില്ല. ഞാൻ പിന്നീട് ആലപ്പുഴ പോകുന്നു. അവിടെ പോയിരുന്ന് കടലിൽ ചാടി മരിക്കാനൊക്കെ ഇങ്ങനെ പോയിരിക്കുന്ന സമയത്ത് എനിക്ക് അകലേന്നൊരു വിളി വരാം. ഓക്കെ, അപ്പം ഞാൻ മനസ്സിലായി, എനിക്ക് സംശയം എന്താണ് ഇങ്ങനെ ഒരു വിളി വരുന്നത്. ഞാൻ ദൈവങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ടോ, കാരണം എനിക്ക് മനസ്സിലായി ഇതുകൊണ്ടൊന്നും നടക്കില്ല, ദൈവമില്ല, ഒരു മണ്ണാങ്കട്ട എവിടെ ഇല്ല, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രാർത്ഥന കേൾക്കില്ല. നമ്മളെക്കാളും കഷ്ടപ്പെട്ട് നടക്കുന്നവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല, പിന്നെയാണ് ഇനി നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ പറ്റുന്നത്, നമ്മുടെ വിധി. അപ്പം എനിക്ക് തോന്നി, ഇല്ല, ഒരു കാര്യം ചെയ്യാം, എന്തായാലും മരിക്കാൻ തീരുമാനിച്ചു. നമ്മൾ മരിക്കാൻ തീരുമാനിക്കുമ്പോൾ 2 ഓപ്ഷൻ നമുക്ക് വരും. ഒന്നെങ്കിൽ എല്ലാം വിട്ടിട്ട് ആരുമില്ലാത്ത സ്ഥലത്തോട്ട് പോകാനുള്ള ടെൻഡൻസി നമുക്ക് വരും, അല്ലെങ്കിൽ നമ്മൾ മരിച്ചു പോകാം, ലിറ്ററലി നമ്മുടെ ബോഡിയെ നമുക്ക് നഷ്ടപ്പെടുത്തി കളയാം. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഓക്കെ, അപ്പോൾ എനിക്കൊരു വിളി വരുന്നു, ഒരു കോൾ വരുന്നു അകലേന്ന്. ഞാൻ നേരെ യാത്ര സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഞാൻ ഇന്ത്യ മുഴുവൻ മാസങ്ങളിൽ മൊത്തം കറങ്ങി, ഹൈദരാബാദും ഈ തുടങ്ങിയിട്ടുള്ള കുറേ സംസ്ഥാനങ്ങൾ കറങ്ങി തിരിച്ച് വരുന്നത്, ഞാൻ നേരെ വരുന്നത് എൻ്റെ ആശ്രമത്തിലോട്ടാണ്, കന്യാകുമാരിയിലാണ്. ഞാൻ ആശ്രമത്തിലോട്ട് ചെന്നു. ഗുരുവിൽ നിന്ന് ഞാൻ ഈ പറയുന്ന ക്രിയായോഗയിൽ ദീക്ഷ സ്വീകരിക്കാം. എൻ്റെ കയ്യിൽ 500 രൂപയുള്ളൂ. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഈ സ്റ്റോറി. ഞാൻ ആശ്രമത്തിലോട്ട് ചെന്ന് കയറുമ്പോൾ ഞാനൊരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന, ശിവൻ ആരാണെന്നോ വിഷ്ണു ആരാണെന്നോ കൃഷ്ണൻ ആരാണെന്നോ എനിക്കറിയാൻ പാടില്ല, ഇവരാരാണെന്ന് എനിക്കറിയാൻ പാടില്ല. എന്നെ സംബന്ധിച്ചിട്ട് ജീസസ് ക്രൈസ്റ്റ് ഉണ്ട്, ഔസേപ്പിതാവുണ്ട്, മറിയുണ്ട്, കുറച്ച് പുണ്യാളന്മാരുണ്ട് നമ്മുടെ കയ്യിൽ. ഇവരെ വെച്ചിട്ടാണ് നമ്മളൊരു ക്രിസ്ത്യാനി ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്നത്. കാരണം ഇവരെ പറ്റി നമുക്കൊരു ധാരണയില്ല. അപ്പോൾ ഒരു ആശ്രമത്തിലോട്ട് ചെന്ന് കയറുമ്പോൾ അവരെ പറ്റി ധാരണ എനിക്കില്ല. ആശ്രമത്തിലോട്ട് നമ്മൾ ഈ മെഡിറ്റേഷൻസ് എല്ലാം പഠിച്ച് കഴിഞ്ഞിട്ട് ഗുരുവിന് ദീക്ഷ വയ്ക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. എൻ്റെ കയ്യിൽ പൈസയില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടം വരുന്നുണ്ട് ആ അവസ്ഥയിൽ. കാരണം ഗുരു നമ്മൾ എന്തെങ്കിലും വെക്കണം. ഈ 500 രൂപയുണ്ട് നമ്മളൊരു 4 കൂട്ടം പഴം, കാവ്യമുണ്ട്, കുറച്ച് സാധനങ്ങളൊക്കെ കൂടി വെച്ചിട്ട് ഒരു പാത്രത്തിലാക്കി വെക്കണം. എൻ്റെ കൂടെ അന്ന് 2 പേരും കൂടി ഉണ്ട് ദീക്ഷ സ്വീകരിക്കാൻ, ഗുരുപരമ്പര നമ്മൾ സ്വീകരിക്കുക. അപ്പം ഞാൻ കടയിൽ നിന്നപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ, ഇന്നോ നാളെ ആശ്രമത്തിൽ നിന്ന് ഇറക്കി വിടും. എത്ര നാളാണ് ഇവരെ പറ്റിച്ച് ഇവിടെ ജീവിക്കുക, ഭക്ഷണം കഴിച്ച്. എൻ്റെ കയ്യിൽ പൈസ ഇല്ല, ഭക്ഷണം കഴിച്ച് എത്ര നാൾ ഇവിടെ. എൻ്റെ മനസ്സിൽ മൊത്തം നമ്മുടെ മറ്റൊരാൾ നമ്മൾ ബുദ്ധിമുട്ടിക്കുകയാണെന്നുള്ള ചിന്തയാണ് എൻ്റെ മനസ്സിൽ. കുഴപ്പമില്ല, ദീക്ഷ വെച്ചിട്ട് ഇനി ഇവർ ഇറക്കി വിടുമ്പോൾ ഇറങ്ങിപ്പോകാം. ഞാനപ്പോൾ ആശ്രമത്തിലെ താമസം. ഞാൻ ചെന്നു. ഒരു കുഞ്ഞ് ആപ്പിൾ വെയിറ്റ് കുറഞ്ഞ്, ഒരു കുഞ്ഞ് ഓറഞ്ച് വെയിറ്റ് കുറഞ്ഞ്, കുഞ്ഞ് മുന്തിരി, ഒരു ഏറ്റവും വില കുറച്ച സാധനങ്ങൾ കൊഞ്ചിട്ട് ഒരു 100 രൂപ ഒളിപ്പിച്ച് വെക്കാം. നാണക്കേട്. കൂടെ നിൽക്കുന്നൊരു 10, 1000, 2000 രൂപയ്ക്കാണ് ദക്ഷിണ വെച്ചിരിക്കുന്നത്. ഞാനിത് ഒളിപ്പിച്ച് വെച്ചിട്ട് ഞാൻ ഗുരുവിൻ്റെ കാൽപ്പാത്തിൽ കൊണ്ടുകൊടുത്ത് ഞാൻ ഒരേ ഒരു കാര്യം പറഞ്ഞുള്ളൂ, എനിക്ക് വേറെ ഒന്നും തരാനില്ല, എന്നെ ഞാൻ തരുന്നു, എടുത്തു, ഇതാണ് എനിക്ക് തരാനുള്ള ഗുരുദക്ഷിണ എന്നും പറഞ്ഞാൽ ലിറ്ററൽ വെച്ച് ഞാൻ കരയാണ് അവിടെ ഇരുന്നു. അത് വെച്ചു, ദീക്ഷ സ്വീകരിച്ചു, ക്രിയാകൾ ദീക്ഷ സ്വീകരിച്ചു. പിന്നെ ഞാൻ ഗുരുവിൻ്റെ അടുത്തിരുന്ന് എല്ലാ ദിവസവും ഗുരുവായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ഞാനിരുന്ന് കരയാം. ഗുരു, എനിക്ക് അതില്ല, എനിക്ക് ഇതില്ല, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ബന്ധുക്കാരില്ല, എനിക്ക് എന്നെ സ്നേഹിച്ച ആൾക്കാരില്ല, എനിക്ക് റിലേറ്റീവ്സിൽ ആരുമില്ല. അപ്പോൾ ഗുരു എൻ്റെ മുഖത്ത് നോക്കിയിട്ട്, ആഹാ എടാ, നിന്നെപ്പോലെ ആവാൻ വർഷങ്ങളായിട്ട് പരിശ്രമിച്ചിട്ടിരിക്കാൻ ഞാൻ, എനിക്കിതാവാൻ പറ്റില്ല, നീ ഭാഗ്യം ചെയ്തവനല്ലേ, നിനക്ക് ആരും ഇല്ലാത്തതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷങ്ങളിൽ ഒന്ന്. നിനക്ക് ആരെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഓക്കെ, അതിൽ നീ സന്തോഷിച്ചു. ഇല്ല എന്നോർത്ത് നീ ദുഃഖിക്കുന്നും വേണ്ട, എല്ലാ മനുഷ്യരും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ശരിയാണല്ലോ, ഞാനെന്ന് പറയുന്ന ആളെനിക്കുണ്ട്, അത് ഞാൻ മറന്നുപോയി. ഞാൻ ഡിപ്പെൻഡ് ചെയ്തത് മൊത്തം മറ്റുള്ളവരുടെ ഇമോഷൻസിനെ, നമ്മുടെ ഹാപ്പിനെസിനും സന്തോഷത്തിനും ഒക്കെ ഇവരാണ് നമുക്കത് കൊണ്ടു തരുന്നത്. ആ സാധനം നമ്മൾ അങ്ങനെയല്ല പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. തീർച്ചയായും. അവിടെ നിന്നാണ് എൻ്റെ ഈ പറയുന്ന യാത്ര സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് നമ്മൾ ഞാൻ ABC-ലൊക്കെ വർക്ക് ചെയ്യുന്നത്. അന്നെല്ലാം എനിക്ക് പ്രാക്ടീസുകളെല്ലാം ഉണ്ട്. അന്നെല്ലാം എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളുകൾക്കെല്ലാം ഞാനിത് കൊടുക്കുന്നുണ്ട്. പിന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഓക്കെ, എനിക്ക് എന്ത് സംഭവിക്കുന്നു, എന്നിൽ എന്താണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ആ മാറ്റത്തിൻ്റെ മുന്നോടിയായിട്ട് ഭാഗമായിട്ടാണ് ഇന്ന് കാണുന്നത് ഞാനിരിക്കുന്നത്. അവിടെ മുതൽ എനിക്കെന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
കുറേ മനുഷ്യർ എൻ്റെ അടുത്തോട്ട് വരാൻ തുടങ്ങി. അതിനകത്ത് ഏറ്റവും കൂടുതൽ സൂയിസൈഡ് ചെയ്ത് ടെൻഡൻസിയുള്ള ആളുകളാണ് വരുന്നത്. അതിനകത്ത് ഞാൻ സോളുകളുമായിട്ട് ഞാൻ കണക്ട് ചെയ്ത് തുടങ്ങി, ആത്മാക്കളുമായിട്ട് സംസാരിച്ചു തുടങ്ങി. ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങളോട്ട് വന്ന് ഇപ്പോൾ ഈ പറയുന്ന ഞാനായിട്ട് വന്ന് നിൽക്കുന്നു. അതാണ് ചുരുക്കി പറഞ്ഞാലുള്ള അല്ല. ഇപ്പം ഞാൻ കാണുന്നതിൽ തന്നെ ഒരുപാട് പേരെ ഈ ആത്മാക്കളുമായിട്ട് ഇപ്പം തന്നെ സംസാരിച്ച് ഈ ആത്മാക്കളുമായിട്ടുള്ള ഇപ്പം നമ്മളുടെ തന്നെ ഇതിൽ സയൻറ്റിഫിക് ടെമ്പർ, അതായത് ഈശ്വരനില്ല ഈശ്വരനുണ്ട്, ഓക്കെ, അങ്ങനെ ഒരു ടെമ്പർ നിൽക്കുമ്പോൾ ഈശ്വരനുണ്ടെങ്കിൽ ഈ പറയുന്ന ആത്മാക്കളുണ്ട്. ഇനി ആത്മാക്കളില്ല, അല്ലെങ്കിൽ ആത്മാക്കളുമില്ല ഈശ്വരനും ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യമില്ല ഇവിടെ. ഇത് പറയാൻ കാരണം ഈ പ്രേതം അല്ലെങ്കിൽ ആത്മാവെന്ന് പറയുന്നത് നമുക്കറിയില്ല മരിച്ചു കഴിഞ്ഞാൽ എന്താ ഇവിടെ സംഭവിക്കുന്നത്. നമ്മൾ ഇതുവരെ പ്രൂവൺ അല്ല. എല്ലാവരും പറയുന്നത്, ഈ എന്നോടൊക്കെ പറയുന്നത്, നമ്മുടെയൊക്കെ ആ ഇത് പോകില്ല, ഈ എനർജി കുറച്ചു നേരം ഈ ഭൂമിയിൽ തങ്ങി നിൽക്കും, മറ്റേ സാധനം പോകുമെന്നാണ് പഠിപ്പിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ ഒരു ആത്മാവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക? ഇതൊക്കെ ഈ ചില ആൾക്കാർ ഹിപ്നോട്ടിസത്തിലൂടെ മരിച്ചുപോയവരെ കാണിക്കാറുണ്ടെന്ന് പറയാറുണ്ട്. ഹിപ്നോട്ടിസം ഫേക്ക് ആണ്, അല്ലല്ല പറയാറുണ്ട്, ഹാലുസിനേഷൻ. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ അത് മരിച്ച ആത്മാവിനെ തന്നെ വിളിച്ചു വരുത്തുക? അതും ഈ പറഞ്ഞ പോലെ തന്നെ അവർക്കിടെ ഒരു ഹാലുസിനേഷൻ അല്ലേ? ആ മൈൻഡ് സെറ്റിൽ നിങ്ങൾ തുടർച്ചയായി ഇപ്പം ഈ പറയുന്ന പോലെ തന്നെ ഇന്ന ആളാണ് വരുന്നത് എന്നൊരു കമാൻഡിങ് അല്ലേ? ഞാൻ ഒരിക്കലും മതഗ്രന്ഥങ്ങളിൽ നിന്നിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിൽ നിന്നിട്ടോ അല്ല ഈ കാര്യത്തെപ്പറ്റി സംസാരിക്കുന്നത്. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാനിത് പറയുന്നത്. ഇത് കേൾക്കുന്ന 100 പേരിൽ ഒരു 70 പേർക്കും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം അത് അവരുടെ അനുഭവമല്ല. അവർക്ക് ഇതിനെപ്പറ്റി ധാരണയില്ല. ഇനി ധാരണ ഉണ്ടെങ്കിൽ തന്നെ അവർ ഇതിനെപ്പറ്റി അറിയാൻ ശ്രമിച്ചിട്ടില്ല. കാരണം അവരെല്ലാവരും അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ പറ്റിയിട്ടും അവരുടെ ജീവിതത്തിലെ ദുഃഖങ്ങളെ പറ്റിയിട്ടും അതെങ്ങനെ മാറ്റാമെന്ന് പറ്റിയിട്ടും അവരുടെ ജീവിതത്തിലെ ഉയർച്ചേനെ പറ്റിയിട്ടൊക്കെ ചിന്തിച്ചടക്കുന്ന മനുഷ്യരാണ്. അവർ സംബന്ധിച്ചിട്ട് ഈ വിഷയങ്ങൾ ഒരു മാസത്തിലോ അല്ലെങ്കിൽ ഒരാഴ്ചയിലോ ഒരു വട്ടമൊക്കെ കേൾക്കുന്ന വിഷയം പൂർണ്ണമായിട്ട് അവർ റിജക്റ്റ് ചെയ്യണം. നമ്മുടെ അനുഭവങ്ങൾ അല്ലെങ്കിൽ നമ്മൾ റിജക്റ്റ് ചെയ്യണം എന്ന് കരുതി അനുഭവങ്ങൾ ഇല്ലാത്തവരില്ലാന്ന് അർത്ഥമില്ല. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഈ ആത്മാക്കളും പിശാചുകളും ഉണ്ടോ എന്നുള്ള ചോദ്യം വരുന്നത്. അങ്ങനെ നമ്മൾ ബൈബിൾ പൂർണ്ണമായിട്ടും തള്ളിക്കളയേണ്ടി വരും. 3 മതഗ്രന്ഥങ്ങളും തള്ളിക്കളയേണ്ടി വരും. മനസ്സിലാവുന്നില്ല? കാരണം ജീസസ് ക്രൈസ്റ്റിൻ്റെ ഏറ്റവും വലിയ ഉദ്യമം എന്താണെന്ന് പറഞ്ഞാൽ ഈ അശുദ്ധ ആത്മാക്കളെ ശുദ്ധീകരണ സ്ഥലത്തോട്ട് വിടുന്നതാണ് ജീസസ് ക്രൈസ്റ്റിൻ്റെ. നമ്മളെ ബൈബിൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ജീസസ് ക്രൈസ്റ്റ് ഈ പറയുന്ന ആത്മാക്കളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു. നമ്മുടെ ഈ പറയുന്ന ഇന്ത്യയിലെ പല ഗുരുക്കന്മാരും പല ആളുകളും ഇത്തരത്തിലുള്ള സോളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, ഇപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് എനിക്ക് ആദ്യം കേൾക്കുമ്പോൾ കഥകളാണെന്നെങ്കിൽ പോലും പിന്നീട് എനിക്ക് മനസ്സിലായി ഇത് എന്നിൽ സംഭവിക്കുന്നുണ്ട്, ഇത് എന്നിൽ ആ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. ഞാൻ കുറേ ആത്മാക്കളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് എൻ്റെ അനുഭവമല്ല. ഇപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന പോയിന്റിലും എൻ്റെ മെഡിറ്റേഷൻസ് ചെയ്യുന്നവരും എൻ്റെ അടുത്ത ഘട്ടത്തിൽ പോകുന്നവരും ഇവരെല്ലാവരും സോളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊരു ഹാലൂസിനേഷൻ അല്ല. കണ്ണുകൾ തുറന്ന് വെച്ച് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യമാണ്. ഇതിനകത്ത് ഒരുപാട് മേഖലയുണ്ട് ഇതിനകത്ത്. അത് ചിലപ്പോൾ നമ്മൾ സഹായിക്കേണ്ട സോളുകളുണ്ടാവും, ചിലപ്പോൾ നെഗറ്റീവായ സോളുകളുണ്ടാവും, ചിലപ്പോൾ പൊസഷൻ കേസുകളുണ്ടാവും, ചിലപ്പോൾ എക്സോസിസം കേസുകൾ വരും. ഇത്തരത്തിലുള്ള കേസുകൾ മിക്സ് ചെയ്തിട്ടാണ് ഈ കാര്യങ്ങൾ വരുന്നത്. അൾട്ടിമേറ്റ് കാര്യം ഇവിടെ ശരണ്യക്ക് ആത്മാവിൽ വിശ്വാസമുണ്ടോ? നമ്മുടെ ഉള്ളിലൊരു ആത്മാവുണ്ടെന്ന് വിശ്വാസമുണ്ടോ? നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരാളുണ്ടെന്ന് വിശ്വാസമുണ്ടോ? അതാരായിരിക്കും? നമ്മൾ തന്നെ അല്ല, അതല്ല ഞാൻ ചോദിച്ചത്. ശരി, നമ്മൾ തന്നെയാണല്ലോ ഇതെല്ലാം. അതായത് നമ്മുടെ ഉള്ളിൽ ഒരു സോളുണ്ട്. ആ സോൾ എന്ന് പറയുന്ന ഒരു എനർജി ആണെന്ന് വിചാരിച്ചു. എനർജി എന്ന സോൾ എന്ന് പറയുന്ന എനർജിയാണ്. ആ സോളിന് അതീന്ദ്രിയമായ കഴിവുണ്ടെന്ന് നമുക്കറിയാം. സോൾ എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് ഒരു എനർജി ഫോർമേഷനാണ്, ഒരു അൾട്ടിമേറ്റ് പവറുള്ള ഒരു എനർജിയാണ്. ഈ എനർജീനെ നമ്മൾ എപ്പോഴാണോ ടച്ച് ചെയ്യുന്നത്, ഈ എനർജിയിലോട്ട് എപ്പോഴാണോ നമ്മൾ കണക്ട് ചെയ്യുന്നത്, അപ്പോൾ മുതൽ ഈ എനർജി ഡെവലപ്പ് ആവുന്ന തുടങ്ങും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൂലാധാരത്തിൽ നിന്നും ചക്രകൾ പതുക്കെ ആക്റ്റീവ് ആവുന്ന തുടങ്ങും. ഈ ആക്റ്റീവ് ആവുന്ന സമയത്താണ് ഇന്ന് നമ്മൾ കാണുന്ന പല രീതിയിലുമുള്ള കണ്ടുപിടുത്തങ്ങളും പല രീതിയിലുള്ള ഗ്രന്ഥങ്ങളും പല രീതിയിലുള്ള പുസ്തകങ്ങളും വരുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് അവേക്കനിങ്ങിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക് ഡേറ്റയാണ്. എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിൽ നമ്മൾ അറിയാത്ത ഒരു ഡേറ്റാ ബേസ് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. എപ്പോഴാണോ നമ്മുടെ ബോധം ആ പരിണാമത്തിലോട്ട് വരുന്ന ബോധത്തിന് ഈ പറഞ്ഞ ബോധോദയത്തിലോട്ട് നമ്മൾ എത്തുന്നത്, ആ നിമിഷം മുതൽ നമ്മൾ ഇതുമായിട്ട് കണക്റ്റ് ആവാൻ തുടങ്ങും. അതിന് മുന്നോടിയായിട്ട് കുറേ കാര്യങ്ങളുണ്ട്. ആ കുറേ കാര്യങ്ങളാണ് ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞത്. ജീവിതത്തിൽ ഒറ്റപ്പെടലുകൾ, പെയിൻ, വേദന, സങ്കടങ്ങൾ തുടങ്ങിയിട്ടുള്ള എക്സ്ട്രീം പെയിൻ അനുഭവിച്ചാൽ മാത്രമേ നമ്മൾ ഈ പറയുന്ന സ്പിരിച്വൽ അവേക്കനിങ്ങിലോട്ട് നമുക്ക് എത്താൻ പറ്റുള്ളൂ. കാരണം പെയിൻ എന്ന് പറയുന്നതും സന്തോഷം എന്ന് പറയുന്നതും ഫേക്കാണ് നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങും. ഇത് രണ്ടും ഫേക്കാണ്. കാരണം ഇത് രണ്ടും അടുത്ത നിമിഷമില്ല. ഈ രണ്ടിനും വേണ്ടിയിട്ട് നമ്മൾ ചിലവാക്കുന്ന സമയം ജീവിതത്തിൽ അധികമാണ്. എന്ന് പറഞ്ഞാൽ ശരണ്യയുടെ ദുഃഖങ്ങൾ വരുമ്പോൾ ആ ദുഃഖങ്ങൾ മാറ്റാൻ വേണ്ടി ചിലവാക്കുന്ന സമയവും സന്തോഷം വരുമ്പോൾ ആ സന്തോഷങ്ങളെ പിടിച്ചു നിർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൈമും ശരണ്യയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രൊഡക്റ്റീവായ ടൈമാണ്. കൂടുതൽ സമയം ശരിക്കും ഈ ഇമോഷന് വേണ്ടിയിട്ടാണ് ശരണ്യ ചിലവാക്കുന്നത്. ആക്ച്വലി ആ 2 ഇമോഷൻ അവിടെ ഇല്ല.
മനസ്സിലാവുന്നില്ല. അത് ഇമോഷൻ കഴിഞ്ഞാൽ അടുത്ത നിമിഷം അതില്ല, അടുത്ത നിമിഷം ഫ്ലക്ച്വേഷൻ സംഭവിക്കും. ഈ ഇമോഷനോട്ട് അടുത്ത ഇമോഷനോട്ട് ചാടും എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരും അവൻ്റെ ഇമോഷൻ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും നമ്മുടെ ഉള്ളിലിരിക്കുന്ന ബോധത്തെയോ നമ്മുടെ ഉള്ളിലിരിക്കുന്ന കഴിവുകളെയോ ഉണർത്താൻ ശ്രമിക്കുന്നതിനേക്കാൾ ഇരട്ടി ടൈമാണ് ഇതിനു വേണ്ടി ചിലവാക്കുന്നത്. ഇത് മരണം വരെ നമ്മൾ ചെയ്യും. ആക്ച്വലി അത് ഫേക്കാണ്, അങ്ങനെ സാധനം ഇവിടെ ഇല്ല. ഇത് നമ്മുടെ തോന്നലാണ് ഈ സാധനം. തിരിച്ച് ഒരു പച്ചവെള്ളം കുടിക്കുമ്പോൾ എനിക്ക് ഇത്രയും സന്തോഷം വരുമെന്ന് ശരീരം വിചാരിച്ചൊരു പച്ചവെള്ളം കുടിച്ചാൽ ഇതേ സന്തോഷം ഈ പച്ചവെള്ളത്തിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അൾട്ടിമേറ്റ്ലി നമ്മുടെ ചിന്തയാണ്. മനസ്സിലുണ്ടോ? നമ്മൾ എന്തിനാണോ ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫൈഡ് ആണെന്ന് നമുക്ക് കൺഫേം ചെയ്യുന്നത്, ആ കൺഫേം ആയ കാര്യമാണ് നമ്മൾ പിന്നീട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. ആത്മാക്കളുമായി സംസാരിക്കുന്നെന്ന് പറഞ്ഞു. ഈ ആത്മാക്കളുമായിട്ട് സംസാരിക്കുന്ന ഞാൻ പറഞ്ഞില്ല, ഐ എം നോട്ട് ബിലീവിങ് ദാറ്റ്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ഞാൻ ഇപ്പോഴും ചോദിക്കുന്നത്. എൻ്റെ ചോദ്യം ഇപ്പോഴും അവിടെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. ചോദ്യം ചോദിച്ച കുട്ടിയും എൻ്റെ ചോദ്യം ഒരേപോലെ എണീറ്റ് നിൽക്കുകയാണ്. എങ്ങനെയാണ് അത് പോസിബിൾ ആവുന്നത്? നമുക്ക് ഉത്തരം കിട്ടാത്ത കുറേ കാര്യങ്ങളുടെ നടുക്കാൻ നമ്മൾ നിൽക്കുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നതിൻ്റെ മെയിൻ കാരണം. നമ്മുടെ ശരീരത്തിൽ പറയുന്ന 90% കാര്യങ്ങളിൽ നമ്മുടെ കൺട്രോളല്ല ആണല്ലോ. ഇത് മറ്റൊന്നോ കൺട്രോൾ ചെയ്യുന്നത് നമുക്കൊരു സബ് കോൺഷ്യസ് ആണെന്ന് വിചാരിക്കാം. നമ്മൾ പറയുന്ന പല കാര്യങ്ങൾക്കും നമുക്ക് ഉത്തരമില്ല. ഇപ്പോഴും പല കാര്യങ്ങളും നമ്മൾ കണ്ടുപിടിക്കുന്നുള്ളൂ. സ്പേസ് സംബന്ധമായിട്ടുള്ള മറ്റു പല കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുന്നുള്ളൂ. ശരണ, ഇത് അൾട്ടിമേറ്റ് എനർജിയാണ്. ഞാൻ ഇവിടെ ദൈവത്തെപ്പറ്റി സംസാരിക്കാനോ ദൈവമുണ്ടെന്നോ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കാനോ ഒന്നും ഞാൻ എൻ്റെ ഒരു രീതിയിലും എവിടെ ഞാൻ പറയുന്നില്ല. അതിനോടല്ല നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. നിങ്ങൾ അൾട്ടിമേറ്റ് നിങ്ങളിലോട്ട് തിരിയൂ എന്നാണ് ഞാൻ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഈ പറയുന്ന കൃത്യമായിട്ടുള്ള സാധനങ്ങളും മെഡിറ്റേഷൻസും മന്ത്രങ്ങളും നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിച്ച് ഒരു പോയിന്റ് എത്തിക്കഴിയുമ്പോൾ നമുക്ക് സ്പിരിച്വൽ അവേക്കനിങ് സംഭവിക്കും. അങ്ങനെ അവേക്കനിങ് സംഭവിച്ച ഒരുപാട് പേരുടെ അതിൽ ഒരാളാണ് കടമറ്റത്ത് കത്തനാർ നമ്മൾ പറയുന്ന പോലെ. പിന്നെ ഗുരുക്കന്മാർ, ശ്രീനാരായണ ഗുരു തുടങ്ങിയിട്ട് ഒരുപാട് ഗുരു പരമ്പരയുണ്ട്. ഇത്തരത്തിലുള്ള ആളുകളെല്ലാവരും ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡയമെൻഷൻ മാറിപ്പോകും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും വിചാരിച്ചു കൊണ്ടിരുന്ന ഈ പണവും സെക്ഷുവാലിറ്റിയും ഈ പറയുന്ന നമ്മുടെ ഒരു പോഷ് ലൈഫും എല്ലാം വളരെ വേസ്റ്റ് ആണെന്നുള്ള തോന്നലോട്ട് നമ്മളെത്തും. എന്ന് പറഞ്ഞ് അതിനേക്കാളും വലുതൊന്നും നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുള്ള ബോധത്തിലോട്ട് നമ്മൾ എത്തിക്കഴിയുമ്പോൾ എന്ത് പറ്റുന്നത്, നമ്മുടെ ശരീരം അതിന് തയ്യാറാവും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം അടുത്ത ഘട്ടത്തിലോട്ട് ആയി കഴിയുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള സോളുകൾ, നമുക്ക് ചുറ്റുമുള്ള മറ്റ് പല എനർജീസ്, മറ്റ് പല കാര്യങ്ങൾ. ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ എൻ്റെ കൺസൾട്ടേഷൻ വരുന്ന സമയത്ത് എനിക്ക് അവരുടെ കാര്യം എന്താണെന്ന് എനിക്ക് ഞാൻ അവരോട് പറയും. പലപ്പോഴും എൻ്റെ കൺസൾട്ടേഷൻ എടുക്കുന്നവരോട് എനിക്ക് 5 മിനിറ്റ് കൊണ്ട് ഞാൻ കൺസൾട്ടേഷൻ തീർക്കും. ഒരു 10 മിനിറ്റ് ഞാൻ അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കും. അതെങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ അവരെൻ്റെ അടുത്ത് പറയണ്ട. ഇവരുടെ ഓറയിൽ, ഇപ്പോൾ ഇരിക്കുന്ന ശരണയുടെ ഓറയിൽ ഇത് എനർജി ലെവലിൽ ഡേറ്റാബേസ് അടങ്ങിയിട്ടുണ്ട്. അതിനെ എനിക്ക് കണ്ടെത്താൻ പറ്റും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന ചിന്ത ബ്രെയിൻ കൺവേർട്ട് ചെയ്യുന്നത് എനർജി ആയിട്ടാണ്, എനർജി വേവുകളായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഈ എനർജി വേവുകൾ പുറത്തോട്ട് സ്പ്രെഡ് ആവുന്നുണ്ട്. ഓക്കെ, ഈ പുറത്തോട്ട് സ്പ്രെഡ് ആവുന്നതിനാണ് നമ്മൾ ഓറ എന്ന് വിളിക്കുന്നത്. നമ്മൾ ചുറ്റും നിൽക്കുന്ന ഓറ എന്ന് വിളിക്കുന്നത്. ഈ ഓറയിൽ നമ്മുടെ മുഴുവൻ ഡേറ്റയും ഉണ്ട്. ആ ഓറ നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റും. ഇതിന് ഞാൻ സെൻസ് ചെയ്യണമെങ്കിൽ വെറുതെ ഒന്നും പറ്റില്ല. ഇപ്പോൾ ശരണ്യ പറഞ്ഞില്ല, ശരണ്യക്ക് എന്തുകൊണ്ട് വിശ്വസിക്കാൻ പറ്റില്ല എന്ന്. നമ്മുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. നമ്മൾ കൃത്യമായ സാധനങ്ങൾ ചെയ്യേണ്ടി വരും. ഞാൻ മിനിമം ചെയ്യുന്നത് മണിക്കൂറുകളാണ് സാധനങ്ങൾ ചെയ്യുന്നത്. എൻ്റെ ജീവിതത്തിലെ പല കാര്യങ്ങളും ഞാൻ ഉപേക്ഷിച്ചിട്ടാണ് നിൽക്കുന്നത്. ഈ പറയുന്ന ഫുഡാണെങ്കിലും എൻ്റെ ഈ പറയുന്ന എൻ്റർടൈൻമെൻറ്റ് ലൈഫാണെങ്കിലും എൻ്റെ മറ്റ് പല കാര്യങ്ങളും ഞാൻ ഉപേക്ഷിച്ച് ഒരു പ്രോപ്പർ സ്പിരിച്വൽ ലെവലാണ് നിൽക്കുന്നത്. ഇതിന് കഷ്ടപ്പാടുണ്ട്. നമുക്ക് പല താല്പര്യമുള്ള പല കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് ഉപേക്ഷിച്ച് കളയേണ്ടി വരും. അങ്ങനെ ഉപേക്ഷിച്ച് കളയുമ്പോഴാണ് നമ്മുടെ ബോഡി ഈ പറയുന്ന എനർജിയിൽ നമ്മുടെ ബോഡി അപ്പാവാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ താമസിക്കുന്ന ആ വീട്ടിൽ പലപ്പോഴും ഞാൻ ഒറ്റയ്ക്കായിരിക്കും ആ വീടിൻ്റെ അകത്ത്. അപ്പോൾ എന്താ പറ്റുക, 1, 2, 3 സോളുകൾ വന്ന് നമ്മുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അവർ ഒരു പർട്ടിക്കുലർ ടൈം ഉണ്ട് ഇവർക്ക്. ചിലപ്പോൾ രാത്രി സമയങ്ങളായിരിക്കും ഇവർ വന്നിട്ട് ഇവരുടെ കുറേ കാര്യങ്ങൾ ഇവിടെ വന്ന് നമ്മുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ചിലപ്പോൾ ഇവർക്ക് വേണ്ട സഹായങ്ങളായിരിക്കാം. ചിലപ്പോൾ നാളെ കാണാൻ വരുന്ന ആളുകളുടെ കാര്യങ്ങളിലേക്ക് ചിലപ്പോൾ നമ്മുടെ അടുത്ത് പറയും, നാളെ ഇന്നൊരാൾ വന്ന് കാണാൻ വരും, അപ്പോൾ അവർ ഇന്ന അവസ്ഥയിലേക്ക് നിൽക്കുന്നത്, അവർ ഇങ്ങനെയായിരിക്കും നമ്മുടെ സംസാരിക്കുന്നത്. കൃത്യമായിട്ട് നാളെ ആൾ കാണാൻ വേണ്ടി വരും. അവരോട് ഞാൻ ചോദിക്കുകയും ചെയ്യും, ഇന്നൊരവസ്ഥയില്ലേ എന്ന് ചോദിക്കും. ഈ കമ്മ്യൂണിക്കേഷൻ വരുന്ന സോളുകളാണ്. ഇത് ഞാൻ എൻ്റെ അതീന്ദ്രിയമായി ഓക്കെ, എനിക്കൊരു മെൻ്റലാണെന്ന് വിചാരിക്കും. മെൻ്റലാണെങ്കിലും വരുന്ന ആളുകളുടെ അത് വർക്കൗട്ട് ആവില്ലല്ലോ. ഞാൻ ഒറ്റയ്ക്കിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കാനേ സാധിക്കുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഒരു സോളുണ്ട്. അത് ആദ്യം മനസ്സിൽ, നമ്മുടെ ഉള്ളിൽ ഒരു ആത്മാവുണ്ട്. ഇപ്പം ഇങ്ങനെ ഇത്രപ്പെട്ട ഈ നെഗറ്റീവ് സോൾസും പോസിറ്റീവ് സോൾസും ഉണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനെ ഇപ്പം സംസാരിച്ച് ഒരു പ്രശ്നം പരിഹരിച്ച്, അല്ലെങ്കിൽ ഒരാളുടെ അയാളുടെ പീസ്, അൾട്ടിമേറ്റ് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് എന്തിനാണ്? സമാധാനമാണ്. അങ്ങനെ ചെയ്യിച്ച് എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ? എത്ര എണ്ണം? എന്തായിരുന്നു സംഭവം? ഇഷ്യൂ കുറേ ഉണ്ട്. അതിനകത്ത് ഏതാണ് പറയേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, അതായത് ഒരു മുസ്ലിം കുട്ടി, ഈ മുസ്ലിം കുട്ടി, ഈ കുട്ടിയുടെ ഹസ്ബൻഡ് മരിച്ചു പോയതാണ്. മരിച്ചു പോയത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മുസ്ലിം മതത്തിൽ ചെയ്യാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്. കൃത്യമായിട്ട് അല്ലാതെ ബ്ലാക്ക് മാജിക് പോലെ, ദുർമന്ത്രവാദം പോലെ ചെയ്യാൻ പാടില്ലാത്ത, ഓതാൻ പാടില്ലാത്ത കുറേ മന്ത്രങ്ങൾ, കുറേ കാര്യങ്ങളുണ്ട്. എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കുട്ടിയുടെ ഹസ്ബൻഡ് ഇങ്ങനെ ചില മന്ത്രങ്ങൾ ഉപയോഗിച്ച് മരിച്ചുപോയ ഹസ്ബൻഡാണ്. പക്ഷെ എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സമയത്ത് ഈ
ഈ ഭർത്താവ് വിളിച്ചു വരുത്തിയ അവരുടെ ഒരു നെഗറ്റീവായ ഒരു സോള്, ഈ സോൾ പ്രസൻസ് ഇപ്പോഴും അവരുടെ വീടിനകത്തുണ്ട്. പക്ഷേ ഈ ഹസ്ബൻഡ് ആണ് വിളിച്ചു വരുത്തിയത്. ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ഈ പുള്ളി മരിച്ചുപോയി. ഈ പെൺകുട്ടി വിധവയായിപ്പോയി. ഈ പെൺകുട്ടി എന്നെ കൺസൾട്ടേഷൻ വരുന്നതിന് മുമ്പ് ഈ സോള് ഞാനുമായിട്ട് കണക്റ്റായി. അപ്പോൾ നമ്മൾ ഭയങ്കര ഡിസ്റ്റർബാവും ഈ സമയത്ത്. ഈ സോള് കണക്റ്റ് ആവുന്ന സമയത്ത് ഒരു ഇഷ്യൂ ഉണ്ട്. എന്നെ ആരെങ്കിലും ഫോൺ ചെയ്യുകയോ എൻ്റെ കൂടെ ആരെങ്കിലും വന്നിരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഡിസ്റ്റർബൻസ് അടിക്കും. അത് എൻ്റെ അമ്മയ്ക്കും എൻ്റെ കൂടെ നടക്കുന്ന ഫ്രണ്ട്സിനും ഇതേ ഡിസ്റ്റർബൻസ് വരും. ഈ സമയത്ത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ, ഞാൻ ഈ സമയത്ത് സോൾ കമ്മ്യൂണിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫോൺ ചെയ്തപ്പോൾ എൻ്റെ അമ്മയാട്ടോ ഫോൺ ചെയ്യുന്നത്. അമ്മ ഫോൺ ചെയ്തു, ഞാൻ നീ എവിടെയെന്ന് വെച്ചാൽ ആകെ 1 മിനിറ്റൊക്കെ ഞാൻ എൻ്റെ അമ്മയോട് സംസാരിക്കാറുള്ളൂ. എവിടെയെന്ന് വെച്ചു, അമ്മ ഞാൻ ഫ്ലാറ്റിലാണ്, ഞാൻ വിളിച്ചാൽ മതിയോ, അല്ല ഒരു കാര്യം പറയാനുണ്ട്. അപ്പോൾ ഞാൻ അമ്മ ചോദിച്ചു, അത് ആരോടെ സംസാരിക്കണമെന്ന് ചെയ്യുന്നത്? ഞാൻ ആരുമില്ല. ഞാൻ അപ്പോൾ തന്നെ സൈലൻ്റായി. അമ്മ അപ്പോൾ തന്നെ ശരി തിരക്കാണോ? തിരക്കാണ്, ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ എന്ന് പറഞ്ഞാൽ അമ്മ ഫോൺ വെച്ചിട്ട്. ഞാൻ അമ്മയോട് രാവിലെ ചോദിച്ചു, അമ്മ നിന്നെ ഫോൺ ചോദിച്ചു. അല്ലല്ലോ, അവിടെ നിന്റെ കൂട്ടുകാരൻ പറഞ്ഞ അമ്മയെ ഞാനും അവന് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക, അതുകൊണ്ട് അമ്മ ഫോൺ വെച്ചോളാൻ പറഞ്ഞിട്ട് ഇത് അമ്മ അവിടെ നിന്ന് കേട്ടിട്ട് അമ്മ ഫോൺ വെച്ചിട്ട് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്മ്യൂണിക്കേഷൻ സാധ്യമാണ്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ മുസ്ലിം ഫാമിലിപ്പെട്ട പെൺകുട്ടിയുടെ ഹസ്ബൻഡ് ഈ പറഞ്ഞ സോള് വരികയും ഈ സോള് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇതാണ്, ആ പുള്ളി വിളിച്ചു വരുത്തിയ ആ എനർജി അവരുടെ വീടിൻ്റെ അകത്തുണ്ട്. അത് മാറ്റണമെങ്കിൽ ഇന്ന കാര്യങ്ങൾ അവരോട് ചെയ്യാൻ പറയണം. അത് സഹായം എന്ന് പറയും അതിന്. അതായത് അത്തരത്തിലുള്ള എനർജി ലെവലായിട്ട് നിൽക്കുന്ന ആളുകളുടെ സോളിൽ പോയി സഹായം ചോദിക്കും. കൃത്യമായി ആ പെൺകുട്ടി വന്നു, ഞാൻ പറഞ്ഞു ഇന്ന വിഷയങ്ങളില്ലേ ഉണ്ട്, ഓക്കെ ഇന്ന കാര്യങ്ങൾ ചെയ്തോളൂ, അത് മാറിക്കോളൂ എന്ന് പറഞ്ഞു. അവരുടെ ഇഷ്യൂ മാറി. ഇത് എൻ്റെ കഴിവല്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മനസ്സിലാവുന്നുണ്ട്? ഞാൻ വീണ്ടും പറയുന്നത് ഇത് എൻ്റെ സിദ്ധി അല്ല, ഇതെൻ്റെ കഴിവല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനെ നമ്മൾ കുറച്ചുകൂടി സെൻസിറ്റീവാക്കി ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കാണാനും കേൾക്കാനും നമ്മൾ സജ്ജമാക്കിയാൽ നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് നമ്മൾ കണക്റ്റ് ആവും എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട് ഞാൻ കണക്റ്റ് ആവുമെന്ന് വെച്ചാൽ എൻ്റെ ലൈഫിൽ മറ്റ് പല കാര്യങ്ങളും ഞാൻ മാറ്റി വെച്ച് ഒരു സ്പിരിച്വൽ എനർജിയിലോട്ട് കണക്റ്റ് ആവുന്നതിൻ്റെ ലക്ഷണമാണ് ഈ പറഞ്ഞു വരുന്നത്. ഓക്കെ, അങ്ങനെയാണ്. കഴിഞ്ഞ ദിവസം റോജിയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടു, ഈ കൈവശത്തെക്കുറിച്ച്. അതിനെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ട്. കാരണം ഞാൻ ഭയങ്കര കാര്യമായിട്ട് ഞാൻ പറയാം, നിന്നോട് ഞാൻ കഥ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. എൻ്റെ അമ്മ ആലപ്പുഴ തിരുവിഴ എന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ കൊണ്ടുപോയിട്ട് എന്നെ ഛർദ്ദിപ്പിക്കാൻ കൊണ്ടുപോയി. അമ്മയുടെ കമ്മൽ പണയം വെച്ചിട്ടാണ് കൊണ്ടുപോയത്. എനിക്കിതിൽ വിശ്വാസമില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞു, അമ്മ എനിക്ക് കൈവശമൊന്നുമില്ല. എൻ്റെ ആ സമയത്തെ മൈൻഡ് സെറ്റ് വേറെ ആയിരുന്നു, അത് കൈവശത്തിൻ്റെ അല്ല. ആ സമയത്ത് നമുക്ക് ഇൻ്റർവ്യൂവിൽ പറയാൻ പറ്റത്തില്ല, എൻ്റെ ഹസ്ബൻഡ് പോയ സമയത്ത്. ഓക്കെ, അത് ഞാൻ അങ്ങനെയാണ് ഇപ്പോൾ ബിഹേവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എൻ്റെ ഏറ്റവും വലിയൊരു പീക്ക് മൊമെൻറ്റിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ എന്നെ വേണ്ടാന്ന് വെച്ച് പോകുന്നൊരു സമയത്ത് എനിക്ക് അതേ പറ്റുള്ളൂ. തീർച്ചയായിട്ടും അത് വട്ടാണെന്നും ഞാൻ ദേഷ്യപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കൈവശം തന്നാന്ന് പറഞ്ഞാൽ അമ്മ എന്നെ ഭയങ്കരമായിട്ടും അടിച്ചു. എന്നെ അടിച്ചു എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല, എൻ്റെ ഡ്രസ്സൊക്കെ വലിച്ചു കീറി. അതായത് ഞാൻ പറയുന്നത് ഞാനിപ്പോൾ ചാവാൻ പോകുമെന്ന് പറഞ്ഞപ്പോൾ അമ്മ എന്നെ അടിച്ചു കീറിയിട്ട് അമ്മ പറയണേ ഇവക്ക് കൈവശമാണ്, ഇവളെ കൊണ്ട് പോകണമെന്ന് പറഞ്ഞ് ചേച്ചിമാരോടൊക്കെ പറഞ്ഞാൽ ഭയങ്കര വിഷമം. എനിക്ക് ഭയങ്കര വിഷമം വന്നു, എൻ്റെ അമ്മ ഇത്രയും കഷ്ടപ്പെടുന്നത്. ഇനി കൈവശം എങ്കിൽ കൈവശം പോയി ഛർദ്ദിക്കാം. ഞാനിതാണ് പറയുന്നത്, ഛർദ്ദിക്കാം. ഇനി ഞാനതില്ലാതെ എല്ലാവരും പോകുന്നു, എനിക്ക് വിശ്വാസമില്ല. ഞാനവിടെ ചെല്ലുന്നു, റൂം എടുക്കുന്നു, കിടക്കുന്നു, രാവിലെ തരുന്നു, ഒരു വെള്ളം തരുന്നു, ഒരു കയ്പെന്ന് പറഞ്ഞാൽ എനിക്കത് പറയാൻ കൂടെ പറ്റുന്നില്ല. എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണല്ലോ. ഞാൻ കുടിക്കുന്നു, എന്നിട്ട് ഞങ്ങളെ വട്ടത്തിൽ നടത്തുന്നു, അതിനിടയ്ക്ക് വേറാണ്ട് തിളപ്പിച്ച വെള്ളം തരുന്നു, ഛർദ്ദിക്കുന്നു. ഞാൻ ഛർദ്ദിച്ചിട്ട് ഒന്നും വന്നില്ല. ആ വെള്ളം വന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഈ ഛർദ്ദിക്കകത്ത് തിരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ചിലവർക്ക് ഇറച്ചി കഷ്ണം കിട്ടിയെന്നോ മോര് കറി കിട്ടിയെന്നോ ഒക്കെ പറയും. ആക്ച്വലി ഐ ബിലീവ് ദാറ്റ് ഇറ്റ്സ് എ ബുൾഷിറ്റ്. കാരണം ഒരു വസ്തു നമ്മുടെ വയറ്റിൽ ദഹിക്കാതെ കിടക്കുകയില്ല എന്നുള്ളതാണ്. കാരണം അതാണ് ഡൈജറ്റേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പ്രശ്നം വന്നാൽ നമുക്ക് ഉറപ്പായിട്ടും വയറിന് പ്രശ്നം വരും. എനിക്ക് എക്കോ ഒക്കെ എടുത്ത ആളാണ്, അതായത് എൻ്റെ വയറിന് പ്രശ്നം. എനിക്കൊന്ന് നമ്മളൊന്നിച്ച് നിൽക്കുന്നത് ABC വെച്ചാണ് എനിക്കൊരു വയറിന് പ്രശ്നം വരുന്നത്. അത് ഡൈജറ്റേഷൻ അല്ല, അതായത് നമുക്ക് വയറിലൊരു കുഞ്ഞു പ്രശ്നമുണ്ടെങ്കിൽ നമുക്കത് അറിയാൻ പറ്റും, നമുക്ക് എങ്ങനെയാണെങ്കിലും. അങ്ങനെയുള്ളത് ഈ കൈവശം എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കില്ല, കാരണം അങ്ങനെ ഒരു സാധനം ഇല്ല. പക്ഷെ റോജി ഭയങ്കര ഇതായിട്ട് പറയുന്നു അതിൽ കൈവശമുണ്ട് എന്ന്. ശരി, അത് തമ്മിൽ എങ്ങനെയാണ് കൈവശം? ഈ കൈവശം എങ്ങനെയാണ് നമുക്ക് ഒരാൾക്ക് തരാൻ പറ്റുന്നത്? അതപ്പോൾ എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യണ്ടേ? ശരി, ഞാൻ ഉത്തരം പറയട്ടെ. കുറച്ച് ലെങ്തായ ഉത്തരമാണ്. ഒരു പക്ഷേ കേരളത്തിലുള്ള ഒരുപാട് പേര് ആ വീഡിയോ ഇട്ടതിന് ശേഷം അതിന് താഴെ ഒരുപാട് കമൻറ്റ് വരുന്ന നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. അതിന് മുമ്പ് ചില ഉദാഹരണങ്ങൾ ഞാൻ പറയട്ടെ, അല്ലെങ്കിൽ അത് നമുക്ക് അതിനോട് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ശപിച്ചാലേക്കുമോ? ഒരാളെ നോക്കി ശപിക്കുക, നശിച്ച് നാരായണക്കല്ല് പിടിക്കും, നീ പോകുന്ന വഴിക്ക് ഗതി പിടിക്കില്ല. ഞാൻ ചോദിച്ച ഉത്തരം പറ. ഇത് വേറെ വിഷയമാണ്. ഞാൻ ഏൽക്കുമോ എന്ന് ചോദിച്ചാൽ നമ്മൾ സ്വീകരിക്കുന്ന പോലെ ഇരിക്കും. ആണ്. ഞാൻ നിന്നോട് സ്വീകരിച്ചില്ലെങ്കിലും അതിനൊരു എഫക്റ്റ് കിട്ടുമോ? സ്വീകരിച്ചില്ല. ഞാൻ പറഞ്ഞില്ല, അമ്മ ശപിച്ചേക്കോ?
ഞാൻ പറഞ്ഞില്ലേ, അമ്മയാണെങ്കിലും ശരി അച്ഛനാണെങ്കിലും ശരി ആരാണെങ്കിലും ശപിച്ചാൽ കേൾക്കുക എന്ന് പറയുന്നത് നമ്മളാണ്. എന്റെ അമ്മയാണല്ലോ അത് പറഞ്ഞൊരു മനോവിഷമമാണ്. ഈ മനോവിഷമത്തിന്റെ അതിന്റെ അപ്പുറത്തോട് വേറെ നിൽക്കൂല എന്നാണ് ശരണ്യ ഞാൻ വിശ്വസിക്കുന്നത്. ചെറുതിലൊക്കെ എനിക്ക് ഇതിൽ വിശ്വാസമുണ്ട്, ഇപ്പൊ എനിക്ക് അത്ര വിശ്വാസം. ശാപം അതൊന്നും ഇല്ല, കാരണം നമുക്ക് ഒരാളെ ശപിക്കാനൊന്നും പറ്റൂല. ശരി, നശിച്ചു പോട്ടെ എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും. ശരി, എനിക്ക് മനസ്സിലാക്കിക്കോ. ഇനി ഞാൻ എൻ്റെ വശം പറയാം. ഇപ്പം ശരണ്യക്കകത്ത് വിശ്വാസമില്ലല്ലോ. അതായത് നമ്മളെല്ലാവരും ഒരു എനർജി ഫോർമേഷനിലാണ് നിൽക്കുന്നത്. നമ്മുടെ ഓരോ സെല്ലുകളും എനർജിയാണ്. നമ്മൾ എനർജി വേവ് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ്സാവുന്നുണ്ട്. ഇനി വേറെ കാര്യം ചോദിക്കട്ടെ, ശരണ്യയുടെ അടുത്ത് വളരെ പോസിറ്റീവായ ഒരാൾ വന്ന് നിൽക്കുമ്പോൾ ശരണ്യയ്ക്ക് ഒരു സന്തോഷവും ഒരു ഡോപാമിൻ റിലീസും എവിടേക്കും ഒരു ആനന്ദമൊക്കെ വരുന്നു. തിരിച്ചൊരു നെഗറ്റീവായ ഒരാൾ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഇറിറ്റേഷനും കാര്യങ്ങളെല്ലാം വരുന്നു. ഓക്കെ, അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ ആ സമയത്ത് ശരണ്യയുടെ മനോഭാവം പോസിറ്റിവിറ്റിയിലോട്ടും നെഗറ്റിവിറ്റിയിലോട്ടും ചിന്താഗതി മാറുന്നു എന്നുള്ളതാണ്. പോസിറ്റിവിറ്റിയും നെഗറ്റിവിറ്റിയിലോട്ട് മാറുന്ന സമയം അതിൻ്റെ ഒപ്പം തന്നെ ഈ നിൽക്കുന്ന വ്യക്തികളിൽ നിന്ന് ഒരു ഊർജ്ജം നമ്മുടെ ബോഡിയിലോട്ട് അടിക്കാൻ തുടങ്ങും, ഒരു സെൻസേഷൻ. ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ഊർജ്ജം പോസിറ്റീവ് ആയിട്ടുള്ള ഊർജ്ജം കൊണ്ടെന്ന് മനസ്സിലാക്കിക്കോ. ഊർജ്ജത്തിൽ വിശ്വസിക്കുന്നുണ്ടല്ലോ, കാരണം ഈ പ്രപഞ്ചമേ നിലനിൽക്കുന്നത് ഊർജ്ജത്തിന്റെ അകത്താണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ എനർജി നമ്മുടെ ബോഡിയിലോട്ട് ട്രാൻസ്ഫർ ആവുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അതായത് എന്റെ ബോഡിയിൽ നിന്ന് ഒരു എനർജി ശരണ്യയിലോട്ടും തീർച്ചയായും വിശ്വസിക്കുന്നുണ്ടല്ലോ. അതിന് വലിയ ഉദാഹരണമാണല്ലോ നിന്നെ കണ്ടപ്പോഴേ ഒരു പ്ലസ് ആൻഡ് മൈൻഡ് നമ്മൾ ചിരിച്ചു ഹഗ് ചെയ്തു. അവിടെ വരെ വിശ്വസിക്കുന്നുണ്ടല്ലോ. എന്തോ ഒന്ന് നമ്മളിലോട്ട് കണക്ട് ആവുന്നുണ്ട്. നമ്മൾ ഈ അമ്പലങ്ങളും പള്ളികളിലും പോകുന്നതും ദൈവം ഇപ്പൊ വാരിക്കോരി തരുമെന്നല്ല അതിന്റെ അർത്ഥം. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്കൊരു പോസിറ്റിവിറ്റി, എവിടെയോ ഒരു സമാധാനം. ചിലപ്പോൾ ശല്യപ്പെടുത്താൻ ആരും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ പോസിറ്റിവിറ്റി അവിടെ വരുന്നത് തന്നെ വിചാരിച്ചോ, എങ്കിൽ പോലും കുഴപ്പമില്ല. അപ്പോൾ ഒരു എനർജി എൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു എനർജീനെ എനിക്ക് ശരണ്യയുടെ ശരീരത്തിലോട്ട് കടത്തിവിടാനും ശരണ്യയിൽ നിന്നൊരു എനർജി കടത്തിവിടാനും നമുക്ക് പറ്റും. പലപ്പോഴും നമുക്ക് ടെലിപ്പതി ആയിട്ട് സാധനം വരും. ചിലപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് ഒരു അപകടം വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ അമ്മയ്ക്കൊരു സങ്കടം വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ വിളിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആരെങ്കിലും ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക അവൻ വിളിച്ചിരുന്നു കറക്റ്റ് അവൻ തന്നെ നമ്മൾ വിളിക്കും. അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹം എവിടെ നിന്ന് ഒരു അഫോർമേഷൻ പോലെ ഒരു എനർജി ആയിട്ട് അവരിലോട്ട് കണക്ട് ആവുന്നുണ്ടെന്നല്ല അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ആവും എന്ന് നമ്മൾ കൺഫേം ചെയ്തു. അതിനകത്തൊരു തർക്കമില്ല. ഓക്കെ, അതോടെ നിൽക്കട്ടെ.